അഡ്ജസ്റ്റ് ചെയ്തു, പ്രാർത്ഥനയെ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് വീട്ടിലൊരു അതിഥി വന്ന് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താ? പ്രാർത്ഥന. എവിടെയെങ്കിലും പോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താ? വിശുദ്ധ കുർബാന അല്ലേ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുക. നിങ്ങൾ ഒരു കല്യാണമുണ്ടെങ്കിൽ, ഞായറാഴ്ച ഒരു കല്യാണമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് പോകും? കല്യാണത്തിന് പോകുമോ അത് വിശുദ്ധ കുർബാനയ്ക്ക് പോവോ? ഇവിടാണ് പ്രശ്നം. നമ്മൾ ദൈവത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെടുത്ത് നമ്മുടെ കുടുംബങ്ങൾ പതിയെ 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 താഴേക്ക് പോയി. മനസ്സിലായോ? കുടുംബത്തെ നമ്മൾ തിരുക്കുടുംബം തിരുക്കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും ആ കുടുംബത്തെ ഒന്ന് നോക്കണേ. അതിന്റെ ഈ കുടുംബത്തിന്റെ മധ്യത്തിൽ ആരാ? നോക്ക്. ഇവിടെയുണ്ടോ തിരുക്കുടുംബം? ഉണ്ടോ? ഇല്ല. തിരുക്കുടുംബത്തിന്റെ മധ്യത്തിൽ ആരാ? ഈശോ ഉണ്ട്. പരിശുദ്ധ അമ്മ ഈശോ പറയുന്ന വാക്കിനെല്ലാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നവള് അല്ലേ? യോസേപ്പ് പിതാവ് ദൈവം പറയുന്ന ഒരു വാക്കിന് ഒരു ചുവടിന് അപ്പുറത്തേക്ക് പോകാത്ത മനുഷ്യൻ. ദൈവത്തെ ചേർത്ത് നിർത്തി ജീവിച്ച ഒരു കുടുംബത്തെ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? തിരുക്കുടുംബം. ദൈവത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ, ദൈവം അങ്ങനെ ആകാൻ പാടുള്ളൂ. എൻ്റെ പ്ലാൻ, ഞാനൊരു പ്ലാൻ അങ്ങ് ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണെ, ഈ പ്ലാൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എൻ്റെ വേലക്കാരനാണ് ദൈവം എന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചേക്കാം. മൂന്നാമത്തെ ഒരു പ്രശ്നം അതാ, നമ്മൾ കൊണ്ടുവരുന്ന ഒരു കുപ്പിക്കകത്ത് വന്ന് ഇറങ്ങുന്ന ഒരു ഭൂതത്തെ പോലെ നമ്മൾ ദൈവത്തെ ചിന്തിക്കുക. നമ്മളുണ്ടാക്കുന്ന ഒരു കുപ്പിക്കകത്തേക്ക് ഇറങ്ങി വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ അഴിച്ചു വിടുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ഭൂതം പോലെ ദൈവത്തെ നമ്മൾ ചിന്തിച്ചേക്കണേ അല്ലേ? അതെനിക്ക് സാധിച്ചു തരണം, ഇത് സാധിച്ചു തരണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചില പ്ലാനുകൾ അങ്ങ് കൊടുത്തിട്ട് അത് സാധിക്കാനായിട്ട് പറയുന്ന ഒരാളായിട്ട് ദൈവത്തെ നമ്മളങ്ങ് മാറ്റി. നമ്മുടെ വിശ്വാസത്തെ മൂന്നാമത്തെ ഒരു പ്രശ്നം, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവമേ നീ എന്താ എൻ്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ചോദിക്കണില്ലേ? ഇല്ലേ? നീ എന്താ എൻ്റെ കാര്യം സാധിച്ചു തരാത്തതെന്ന് ചോദിക്കണല്ലേ? അപ്പൊ നമ്മളുടെ വിശ്വാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ചില കുപ്പികളുണ്ടാക്കി ദൈവം എൻ്റെ കാര്യം സാധിക്കാനുള്ള ഒരാളാണ്, ഒരു ഭൂതം പോലെയാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വെച്ചേക്ക. 2 വള്ളത്തിൽ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് പോവാ, എന്നാ സംഭവിക്കും? കുടുംബക്കൂട്ടായ്മ ചെന്നപ്പോഴത്തേക്കും പിള്ളേരോട് ചോദിച്ചേ 2 വള്ളത്തെ കാല് വെച്ചാൽ എന്നാ സംഭവിക്കൂടാന്ന് പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? നമ്മൾ പറഞ്ഞു വീഴുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി പിന്നെ രണ്ട് വള്ളം 2 ദിശയിലോട്ട് പോകുമെന്ന് പറഞ്ഞ്, പക്ഷേ അവൻ പറഞ്ഞ മറുപടി അച്ഛാ നിക്കറ് കീറും അച്ഛാ. നമ്മുടെ പിള്ളേരെ ചിന്തിക്കുന്ന രീതി ഇങ്ങനെയൊക്കെ, നിക്കറ് കീറുന്ന പറഞ്ഞ. ഈ 2 വള്ളത്തെ കാല് വെച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്രയാണ്. ഇതാണ് ഹെറോദോസിന്റെ പുളിപ്പ്, ഇതാണ് പ്രാക്ടിക്കൽ അത്തീസം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് പെടാൻ സാധ്യതയുള്ള ഒരു അപകടം. എല്ലാം നമ്മൾ ചെയ്യുന്നു, പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണകളോ വിശ്വാസങ്ങളോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് തമ്പുരാനോട് പറയാം, തമ്പുരാനെ വിശ്വാസത്തിന്റെ കുറവുകളെ പരിഹരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ ചേച്ചിയുടെ ജീവിതം പറഞ്ഞപ്പം ഞാൻ ഞെട്ടിപ്പോയി. 2 പിള്ളേർ, ഓട്ടിസമുള്ള പിള്ളേരാ, ഇരട്ട പിള്ളേരാ, 2 ഓട്ടിസം. അപ്പൊ ഈ സ്ത്രീനെ ഭർത്താവ് ഈ പിള്ളേർക്ക് ഓട്ടിസം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭർത്താവ് ഇട്ടിട്ട് പോയി. പിന്നെ ഈ ചേച്ചി ഈ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പൊ ഈ ചേച്ചി ഒരു തുണിക്കടയിൽ, അടൂർ ഒരു തുണിക്കടയിൽ ഇങ്ങനെ സെയിൽസ് ഗേൾ ആയിട്ട് നിന്നിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ ഈ പിള്ളേരെ എണീപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു മുറിക്ക് ഇട്ട് ഒരാളെ പൂട്ടും, അടുത്ത മുറിക്കകത്ത് അടുത്തയാളെ പൂട്ടും. ഒന്നിച്ചെത്തി കഴിഞ്ഞാൽ ഇതുങ്ങൾ കടിച്ചു കീറി മൊത്തം പ്രശ്നമാക്കും. അതൊരു 2 മുറിക്കുള്ളിലിട്ട് പൂട്ടിയിട്ടാണ് ഈ സ്ത്രീ പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ ഈ പിള്ളേർ എന്ത് ചെയ്യുന്ന, ആ റൂം മുഴുവൻ വൃത്തികേടാക്കും, മലമൂത്ര വിസർജനം നടത്തും, ഇത് മുഴുവൻ അതിൻ്റെ അകത്ത് കിടന്ന് ഉരുളും, അങ്ങനെ മൊത്തം ഒരു വല്ലാത്ത ശോധന അവസ്ഥയാണ്. തിരിച്ചു വന്നിട്ട് ഈ ചേച്ചി ആദ്യം ഈ പിള്ളേരെ റെഡിയാക്കി, റൂം റെഡിയാക്കി, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് ചേച്ചിയെ നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇവരെ ഇങ്ങനെ ഏൽപ്പിച്ചാലോ? ആ ചേച്ചി എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയേ. എന്നിട്ട് ചോദിച്ചേ, അച്ഛാ ദൈവത്തിന് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അച്ഛാ ഈ പിള്ളേരെ എനിക്ക് തന്നെ? ഞാനിവരെ നോക്കുന്ന ദൈവത്തിന് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ ഈ പിള്ളേരെ എനിക്ക് തന്നെ? ഞാൻ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞ ഞാനൊരു വിശ്വാസവഞ്ചന കാണിക്കുമല്ലേ അച്ഛാ?
ആ ചേച്ചിയുടെ വിശ്വാസം എവിടാ, എൻ്റെ ജീവിതം എവിടാ? നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെയൊക്കെ വിശ്വാസവും വിശ്വസ്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെ. ഒന്നാമത് പറഞ്ഞാൽ നമ്മളെ വിശ്വാസം എന്ന് പറഞ്ഞാൽ, വിശ്വാസത്തിന്റെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് വിശ്വാസം എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചത്. അതുകൊണ്ട് ആക്ടിവിറ്റി അല്ല, ഇത് ഉള്ളിൽ അനുഭവപ്പെടേണ്ട ഒന്നാണ് വിശ്വാസം. മനസ്സിലായല്ലോ അല്ലേ? വെറുതെ ഒരു ആക്ടിവിറ്റി, നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളല്ല വിശ്വാസം. നമ്മൾ നേർച്ചയിട്ടു, പള്ളിയിൽ പോയി തീർത്ഥാടനം നടത്തി, വേളാങ്കണ്ണി പോയി, അവിടെ പോയി, ഇവിടെ പോയി, അതല്ല വിശ്വാസം. എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഡീപ്പായിട്ടുള്ള ആഴമായിട്ടുള്ള ഫീലാണ് വിശ്വാസം. വിശ്വാസത്തെക്കുറിച്ച് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ കാര്യം, ഈ അതിപരിചയം കൊണ്ട് നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ ഒന്നാ വിശ്വാസം. ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഈ സ്ഥിരമായി ചെല്ലുന്ന നമ്മൾ ഞാൻ ഇങ്ങോട്ട് വണ്ടി ഓടിച്ചാൽ നിങ്ങൾ ഡ്രൈവേഴ്സ് ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ബ്രേക്ക് ചവിട്ടുന്നതും ആക്സിലേറ്റർ ചവിട്ടുന്നതും ക്ലച്ച് ചവിട്ടുന്നതും ഞാൻ ക്ലച്ച് ചവിട്ടുന്നത് അറിഞ്ഞുകൊണ്ടാണോ? അറിഞ്ഞുകൊണ്ടാണോ ചവിട്ടുന്നേ? ഒരാൾ പെട്ടെന്ന് മുമ്പിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ ബ്രേക്ക് കാല് ചെന്ന് കഴിഞ്ഞു അല്ലേ? ഈ സെമിനാറിയിൽ നമ്മൾ എപ്പോഴും കയറുമ്പോൾ എന്ത് ചെയ്യും? പള്ളിയില് കുമ്പിടും. ഓഡിറ്റോറിയത്തിന് ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അറിയാണ്ട് അങ്ങ് ചെയ്തു പോവുകയാണ് അല്ലേ? അതിപരിചയം കൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറിയാതെ ഓട്ടോമാറ്റിക് യന്ത്രം കണക്കെ നമ്മൾ ചെയ്യുന്ന ചില ആക്ടിവിറ്റീസ് ആയിട്ട് നമ്മൾ ഇതിനെ മാറ്റുകയാണ് വിശ്വാസത്തെ. ചുമ ചെയ്യുന്ന ആക്ടിവിറ്റി നമ്മുടെ ഹൃദയമില്ലാതെയുള്ള പ്രവൃത്തിയായിട്ട് മാറി. മൂന്നാമത്തെ പ്രശ്നം എന്നറിയാമോ? ദൈവത്തെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ നമുക്കുണ്ട്. ദൈവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകാൻ പാടുള്ളൂ, ദൈവം അങ്ങനെ ആകാൻ പാടുള്ളൂ. എൻ്റെ പ്ലാൻ, ഞാനൊരു പ്ലാൻ അങ്ങ് ദൈവത്തിന്റെ കയ്യിലോട്ട് കൊടുക്കുകയാണെ, ഈ പ്ലാൻ അനുസരിച്ച് എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന എൻ്റെ വേലക്കാരനാണ് ദൈവം എന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിച്ചേക്കാം. മൂന്നാമത്തെ ഒരു പ്രശ്നം അതാ, നമ്മൾ കൊണ്ടുവരുന്ന ഒരു കുപ്പിക്കകത്ത് വന്ന് ഇറങ്ങുന്ന ഒരു ഭൂതത്തെ പോലെ നമ്മൾ ദൈവത്തെ ചിന്തിക്കുക. നമ്മളുണ്ടാക്കുന്ന ഒരു കുപ്പിക്കകത്തേക്ക് ഇറങ്ങി വന്ന് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ, ഞാൻ അഴിച്ചുവിടുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു തരുന്ന ഒരു ഭൂതം പോലെ ദൈവത്തെ നമ്മൾ ചിന്തിച്ചേക്കണേ അല്ലേ? അതെനിക്ക് സാധിച്ചു തരണം, ഇത് സാധിച്ചു തരണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചില പ്ലാനുകൾ അങ്ങ് കൊടുത്തിട്ട് അത് സാധിക്കാനായിട്ട് പറയുന്ന ഒരാളായിട്ട് ദൈവത്തെ നമ്മളങ്ങ് മാറ്റി. നമ്മുടെ വിശ്വാസത്തെ മൂന്നാമത്തെ ഒരു പ്രശ്നം, നമ്മൾ ബൈബിളിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള മനുഷ്യനുണ്ട്. ആരാന്നറിയാമോ? സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ ജയിലിൽ കിടക്കുന്ന സമയം, അപ്പോ രണ്ട് ശിഷ്യന്മാരെ ഈശോയുടെ അടുക്കിലേക്ക് ഈ സ്നാപക യോഹന്നാൻ പറഞ്ഞു വിടുക. എന്നാ ചോദിക്കാനാ പറഞ്ഞു വിട്ടെ? എന്നാ ചോദിച്ചു? എന്നിട്ട് ചോദിച്ചെന്താ? വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ? ഈശോയെ കണ്ട നിമിഷം സ്നാപകൻ ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്നൊക്കെ പറഞ്ഞിട്ട് പോയതാണ്. ആ സമയത്ത് ഒരു തെറ്റിദ്ധാരണയില്ല, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ജയിലിൽ കിടക്കുമ്പോ സ്നാപകൻ ഒരു സംശയം, ഇവൻ തന്നെയാണോ അവൻ, ഇനി വേറെ ഒരുത്തനുണ്ടാവോ? എന്താ പ്രശ്നം എന്നറിയാമോ? ഈ സ്നാപയോഹന്നാൻ ഒരു കുപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ സ്നാപയോഹന്നാൻ ഉണ്ടാക്കിയ കുപ്പി? ഈശോ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ മെതിക്കളം വെടിപ്പാക്കി പതിരെല്ലാം തീയിൽ കത്തിക്കും, കോടാലി അവന്റെ കയ്യിലുണ്ട്, ഫലന്താത്തിനെല്ലാം വെട്ടി തീയിൽ, മഴുവും കോടാലിയും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഗുണ്ടയുടെ സ്റ്റൈലിലാണ് പറഞ്ഞു വെച്ചേക്കണേ ഈശോയെ കുറിച്ച് അല്ലേ? മഴുവും കോടാലിയൊക്കെ ആയിട്ട് വന്നിട്ട് സകലനെ വെട്ടി തകർത്ത് തരിപ്പണമാക്കി എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുന്ന ഒരാളായിട്ടാ ഈ ദൈവത്തിന്റെ പുത്രനെ ഈശോ ഈ സ്നാപകനെ പറഞ്ഞു വെച്ചേ. പക്ഷെ ഈശോ വന്നിട്ട് എന്താ ചെയ്യണേ? തെറ്റിയെന്നാണ്. സാരമില്ല കേട്ടോ, ഇനി ചെയ്യേണ്ടിരുന്നാ മതി. പാവികളെ ചെന്ന് കെട്ടിപ്പിടിക്കുന്നു, കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുന്നു, അന്ധന് കാഴ്ച കൊടുക്കുന്നു. സ്നാപയോഹന്നാൻ വിചാരിച്ച രീതിയിലല്ല ഈശോ പ്രവർത്തിക്കണേ, ആണോ? അല്ല. സ്വാഭാവികമായിട്ടും സ്നാപയോഹന്നാൻ ഒരു ചിന്തയുണ്ടാവും, ഇവൻ തന്നെയാണോ അവൻ. ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവമേ നീ എന്താ എന്റെ പ്രാർത്ഥന കേൾക്കാത്തതെന്ന് ചോദിക്കണില്ലേ? ഇല്ലേ? നീ എന്താ എന്റെ കാര്യം സാധിച്ചു തരാത്തതെന്ന് ചോദിക്കണല്ലേ? അപ്പൊ നമ്മളുടെ വിശ്വാസത്തിന്റെ ഉള്ളിൽ നമ്മൾ ചില കുപ്പികളുണ്ടാക്കി ദൈവം എന്റെ കാര്യം സാധിക്കാനുള്ള ഒരാളാണ്, ഒരു ഭൂതം പോലെയാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു വെച്ചേക്ക.
നമ്മളുടെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിത്തറ എന്താ? ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ല് അടിത്തറ എന്താ? ഞാൻ അതോട് പറഞ്ഞ് ഈ ഒരു ടോപ്പിക് അങ്ങ് നിർത്തുക. നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്താ? കേസറിയ ഫിലിപ്പിച്ചു നമ്മൾ ഇങ്ങനെ വായിക്കാം. കേസറിയ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ഉള്ളില് കേസറിയ ഫിലിപ്പി ചെല്ലുമ്പോഴും ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയണേ? അവർ പല ഉത്തരങ്ങളും പറയും. അത് കഴിഞ്ഞ് ഒരു ചോദ്യം ഈശോ അവരോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണേ? എന്താ ഉത്തരം പറയണേ? നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. ഉടനെ പത്രോസിനോട് പറയും, പത്രോസേ, നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ സ്ഥാപിക്കും, മാംസരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവാണെന്ന് നിനക്കിത് വെളിപ്പെടുത്തി തരണേ. ഈ പത്രോസ് എന്ന് പറയുന്ന ഇത്രയും ദുർബലനായ ഒരു ശിഷ്യൻ അവരുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ടോ? ഇത്രയും ബലഹീനനായ എടുത്തുചാട്ടക്കാരനായ ഒരു മനുഷ്യൻ ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടോ? കർത്താവെ, വെള്ളത്തിലൂടെ ഈശോ വരുന്ന കാണുമ്പോഴത്തേക്കും ചാടി ഇറങ്ങും. കർത്താവെ, ഞാനും വരട്ടെ. ആ പോരടാ. ചാടി ഇറങ്ങി കാലിലോട്ട് ഒരു ചെറിയ തിരമാലിങ്ങ വന്ന് കയറിയപ്പോഴത്തേക്കും അയ്യോ അല്ലേ, എന്നെ പിടിച്ചോണേ, രക്ഷിച്ചോണേ, പേടിച്ചു തൂറിയ. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്തവനാ, ഒരു സ്ഥിരതയില്ലാത്ത മനുഷ്യനാണ്. ഇവൻ എങ്ങനെയാണ് പാറയായത്? പാറമേൽ സ്ഥാപിക്കണം എന്നാ പറഞ്ഞേക്കണ വീട് അല്ലേ? അടിത്തറ നന്നായിട്ടിട്ട് പണിയണം എന്നാ പറഞ്ഞേക്കണേ. സഭ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ എന്താണെന്ന് അവന്റെ ചോദ്യം. പത്രോസ് പറയുന്ന 3 കാര്യങ്ങൾ. സഭയുടെ അടിത്തറ, നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ, 3 കാര്യങ്ങൾ. പത്രോസ് പറഞ്ഞ ആ ഉത്തരം 3 കാര്യങ്ങളാണ്. പത്രോസ് പറഞ്ഞ കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം, there is a God who is alive. ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട്. പത്രോസ് പറഞ്ഞ ഒന്നാമത്തെ കാര്യം അല്ലേ? ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഡു യു ബിലീവ്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? വെറുതെ ഉണ്ടെന്നൊന്നും പറയല്ലേ. ഞാൻ അടുത്ത ചോദ്യം അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന്? നമ്മുടെ ഉള്ളിനോട് ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ വെറുതെ ഉണ്ടെന്ന് പറയുന്നത് നന്നായിട്ടൊന്ന് ആഴത്തിലൊന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ഉള്ളിനോടൊന്ന് ചോദിച്ച് നോക്കിക്കേ, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടോന്ന്. രണ്ടാമത്തെ കാര്യം, പത്രോസ് പറയുന്ന രണ്ടാമത്തെ കാര്യം, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഈശോ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ്. ഡു യു ബിലീവ്? നീ വിശ്വസിക്കുന്നുണ്ടോ? ഈശോ ദൈവത്തിന്റെ പുത്രനാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? രണ്ടാമത്തെ കാര്യം അതാ. മൂന്നാമത്തെ കാര്യം, ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോ എന്റെ രക്ഷകനാണ്. നീ മെസ്സിയാണ്, മൈ സേവിയർ, എന്റെ രക്ഷകനാണ്. വിശ്വസിക്കുന്നുണ്ടോ? ഇതാണ് സഭയുടെ അടിത്തറ, ഇതാണ് പാറ. ഈ 3 കാര്യങ്ങൾ, ഈ പത്രോസ് ഏറ്റു പറഞ്ഞ 3 കാര്യങ്ങളുടെ മുകളിലാണ് സഭ. വിശ്വാസപ്രമാണം എടുത്ത് നോക്കിക്കേ, ഈ 3 കാര്യങ്ങളല്ലേ? സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനിൽ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു. ദെൻ ഈശോയിലൂടെ നേടിത്തന്ന, അവന്റെ കുരിശുമരണത്തിലൂടെ നേടിത്തന്ന, സഭയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്ന രക്ഷയിൽ ഞാൻ വിശ്വസിക്കുന്നു. അതല്ലേ പറഞ്ഞേക്കണേ? ഇതാണ് വിശ്വാസ പ്രമാണം. ഈ 3 കാര്യങ്ങളിൽ വിശ്വസിക്കാത്തവന് ക്രിസ്ത്യാനിയായിരിക്കാൻ പറ്റത്തില്ല. ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് എൻ്റെ നെഞ്ചിന്റെ ഉള്ളിൽ എനിക്ക് അടിയുറച്ച ബോധ്യം വേണം. ഈശോ ദൈവത്തിന്റെ പുത്രനാണെന്നുള്ള വിശ്വാസം വേണം. 3, ഈ ഈശോ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോ എൻ്റെ രക്ഷകനാണെന്നുള്ള അടിയുറച്ച ബോധ്യം, വിശ്വാസം വേണം. ഇതാണ് വിശ്വാസത്തിന്റെ അടിത്തറ. നമ്മുടെ സഭയുടെ അടിത്തറ. ഞാൻ തുടങ്ങിയത് എവിടെയാണ്? കുടുംബത്തിന്റെ അടിത്തറ തുടങ്ങി, ഇപ്പൊ സഭയുടെ അടിത്തറ കൊണ്ട് ഞാൻ അവസാനിപ്പിച്ച് വെച്ചു. ഈ പ്രാക്ടിക്കൽ അത്തീസം എന്ന് പറയുന്ന ഒരു സംഗതി ഇപ്പൊ റെഗുലറാണ്, എല്ലായിടത്തും ഉള്ള കാര്യമാണ്. ഈ അത്തീസം എന്ന് പറഞ്ഞാൽ എന്താ? അത്തീസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? തെയ്സം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം, അത്തീസം എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദം. പ്രാക്ടിക്കൽ അത്തീസം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്,
സകല കാര്യങ്ങളും വിശ്വാസത്തിനനുസരിച്ചിട്ട് ആക്ടിവിറ്റികളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല. ഇവിടെ ഇരിക്കുന്ന ഗോതമ്പപ്പത്തിന്റെ ഉള്ളിൽ അവന്റെ ജീവന്റെ, അവന്റെ ഹൃദയത്തിന്റെ ഭാഗമുണ്ട് എന്നുള്ള കാര്യം, അവൻ ജീവിക്കുന്നവനാണ് എന്നുള്ള കാര്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട്. ഇതാണ് പ്രാക്ടിക്കൽ അത്തീസം. എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ ഇതിന്റെ ആഴങ്ങളില്ല. ഇതിന്ന് ലോകത്തിൽ സർവ്വസാധാരണമായിരിക്കുന്ന ഈശോ പറയുന്ന ഒരു സംഗതി ഉണ്ട്. ഈ ഹെറോദോസിന്റെ പുളിപ്പിനെ സൂക്ഷിച്ചോണെന്ന് പറയുന്നുണ്ട്. ഹെറോദോസിന്റെ പുളിപ്പ്, ഈ ഹെറോദോസിന്റെ പുളിപ്പിന്റെ പ്രത്യേകത എന്താ? അതാണ് ഈ പ്രാക്ടിക്കൽ അത്തീസം എന്ന് പറയുന്ന സംഗതിയാണ്. ഹെറോദോസിന്റെ പുളിപ്പ എന്താ പറയാ? ഹെറോദോസിന്റെ പ്രത്യേകത എന്താ? അവൻ ഒരേ സമയം സ്നാപയോഹനന്റെ പ്രസംഗവും കേൾക്കും, അപ്പുറത്ത് മാറി സലോമയുടെ നൃത്തവും കാണും. രണ്ട് വള്ളത്തിൽ ഇങ്ങനെ കാല് വെച്ചുകൊണ്ട് പോവാ. എന്നാ സംഭവിക്കും? കുടുംബക്കൂടായ്മ ചെന്നപ്പോഴത്തേക്കും പിള്ളേരോട് ചോദിച്ചേ, രണ്ട് വെള്ളത്തെ കാല് വെച്ചാൽ എന്നാ സംഭവിക്കൂടാന്ന്? പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? നമ്മൾ പറഞ്ഞ് വീഴുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന മറുപടി പിന്നെ രണ്ട് വള്ളം രണ്ട് ദിശയിലോട്ട് പോകുമെന്നാ പറഞ്ഞേ. പക്ഷേ അവൻ പറഞ്ഞ മറുപടി അച്ഛാ നിക്കറ് കീറും അച്ഛാ. നമ്മുടെ പിള്ളേർ ചിന്തിക്കുന്ന രീതി ഇങ്ങനെയൊക്കെ നിക്കറ് കീറുന്ന പറഞ്ഞേ. ഈ രണ്ട് വള്ളത്തെ കാല് വെച്ചുകൊണ്ടുള്ള ഈ ഒരു യാത്രയാണ്. ഇതാണ് ഹെറോദോസിന്റെ പുളിപ്പ്. ഇതാണ് പ്രാക്ടിക്കൽ അത്തീസം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്ന് പെടാൻ സാധ്യതയുള്ള ഒരു അപകടം. എല്ലാം നമ്മൾ ചെയ്യുന്നു, പക്ഷെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോഴേക്കും ഇതിനെക്കുറിച്ചുള്ള വലിയ ധാരണകളോ വിശ്വാസങ്ങളോ ഒന്നും നമുക്കില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഉള്ളിലേക്കൊന്ന് നോക്കിയിട്ട് തമ്പുരാനോട് പറയാം, തമ്പുരാനെ വിശ്വാസത്തിന്റെ കുറവുകളെ പരിഹരിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. വിശ്വാസം തരുന്ന ആരാ? പരിശുദ്ധാത്മാവ. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ട്. അത് ഞാൻ പറഞ്ഞത്, ഏത് വിശ്വാസത്തിന്റെ ഉള്ളിൽ പ്രതിസന്ധി ഉണ്ട് കേട്ടോ. വിശ്വാസത്തിന്റെ പ്രതിസന്ധി ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിന്റെ ഉള്ളിൽ ഈ പ്രതിസന്ധി ഉണ്ട്. അച്ഛനാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ നന്നായിട്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോൾ എൻ്റെ ഉള്ളിലും ഈ അവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് ഞാനും പോവാം. എത്ര അച്ഛന്മാർ പൗരോഹിത്യം ഉപേക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ അല്ലേ? അപ്പൊ നിരന്തരം തമ്പുരാനോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മൾ വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ ടോപ്പിക്കോട് നിർത്താം. ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള ടോപ്പിക്. അപ്പം സഭയുടെ അടിത്തറ എന്നാന്ന് മനസ്സിലായല്ലോ? 3 കാര്യങ്ങൾ. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? There is a living God. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈശോ ദൈവത്തിന്റെ പുത്രനാണ്. ഈ ഈശോ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ഈശോ എൻ്റെ രക്ഷകനാണ്. അവനിലൂടെ എനിക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇത് 3ഉം അടിയുറച്ച് വിശ്വസിക്കണം. ഇതിലാണ് സഭയും നമ്മുടെ വിശ്വാസവും കെട്ടിപ്പടുക്കപ്പെട്ടിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ വീണ്ടും തിരിച്ച് പോവാണ്. ഞാൻ കാട് കയറി പോയ സ്ഥലം തിരിച്ചു വരികയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരാം. വീടിന്റെ അടിത്തറ എന്താണ്? പരസ്പര വിശ്വാസവും വിശ്വസ്തതയും. പരസ്പര വിശ്വാസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു തരണോ? ഇങ്ങോട്ടുള്ള വിശ്വാസത്തെ കുറിച്ച് പറഞ്ഞു തരണോ? വേണ്ട. ഈ വിശ്വാസവും വിശ്വസ്തയും തമ്മിലുള്ള വ്യത്യാസം എന്നാ? നമുക്ക് വിശ്വസ്തയെ കുറിച്ച് പറഞ്ഞു പോവാം. വിശ്വാസവും വിശ്വസ്തയും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്താണ് വിശ്വാസം, എന്താണ് വിശ്വസ്തത? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി നമ്മൾ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഗതി. വിശ്വാസം എന്താണ്, വിശ്വസ്തത എന്താണ്? എന്താ? സമയം കളയാതെ ഞാൻ തന്നെ പറയാം. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ വിശ്വാസം എന്താണെന്നും വിശ്വസ്തത എന്താണെന്നും വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താണ് വിശ്വാസം, എന്താണ് വിശ്വസ്തത? ദാനിയേലിന്റെ പുസ്തകം ഞാൻ പറയുന്നത് തിരിയുന്നുണ്ടോ? ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. 3 ചെറുപ്പക്കാരൻ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ. നല്ല പേരുകളാണ്. ജിബി, നിന്റെ മക്കളിടാൻ പറ്റിയ പേരാ. അല്ല, ഇതുള്ളവരുടെ പേരൊക്കെ എങ്ങനെ? നല്ല പേര്. എത്ര നല്ല പേരുകൾ ബൈബിളിന്റെ ഉള്ളിലുണ്ട്. അപ്പം നമ്മൾ ഇടുന്ന 3 പിള്ളേര്, അനീഷ്, വിനീഷ്, ഫിനീഷ്, ഇങ്ങനൊക്കെ നമ്മൾ പേരിട്ടിരിക്കും. ബൈബിളിൽ എത്ര നല്ല പേരുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് 3 ചെറുപ്പക്കാരൻ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, 3 പേരെയും തീച്ചൂളയ്ക്ക് മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. എന്തിനാ തീച്ചൂള മുമ്പിൽ കൊണ്ട് നിർത്തിയേക്കണേ? നബൂഖദ്നേസർ രാജാവ്, ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ തന്നെ ഉത്തരം പറയാം, കാരണം അല്ലെങ്കിൽ സമയം പോകുന്നതുകൊണ്ട് പെട്ടെന്ന് ഓടിച്ച് വിടാൻ വേണ്ടി കേട്ടോ. ഈ നബൂഖദ്നേസർ രാജാവ് ഒരു ശില്പത്തെ ഉണ്ടാക്കി, ഒരു പ്രതിമയുണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, രാജ്യത്തൊരു കൽപ്പന പുറപ്പെടുവിച്ചു, ഈ പ്രതിമയെ എല്ലാവരും ദൈവമായിട്ട് കണ്ടോണം, ആരാധിച്ചോണം, ധൂപം അർപ്പിച്ചോണം. അല്ലാത്ത പക്ഷം നിങ്ങൾ തീച്ചൂളയിൽ എറിയും. 3 ചെറുപ്പക്കാരെ പിടിച്ചുകൊണ്ട് അവര് 3 പേരും റെഡി അല്ല ഈ വിഗ്രഹത്തെ ആരാധിക്കാൻ.
അപ്പൊ ആ സമയത്ത് ടീച്ചറുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന ആ സമയത്ത് ഇവര് പറയുന്ന ഒരു ഡയലോഗാണ്. ഇങ്ങനെയാണ്: രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന ഈ തീച്ചുളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ഇതെന്താണ്? വിശ്വാസം. എൻ്റെ മക്കൾ നല്ലവരായിരിക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസം. എൻ്റെ ഭാര്യ ചതിക്കില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം. എൻ്റെ ഭർത്താവ് എന്നോട് വഞ്ചന ചെയ്യില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം. എൻ്റെ അമ്മ ഈ എനിക്ക് തരുന്ന ഭക്ഷണത്തിൻ്റെ വിഷം ചേർക്കില്ല എന്നുള്ളത് എൻ്റെ വിശ്വാസം. ഇനി വിശ്വസ്തത എന്നാണ് അടുത്ത വാക്യം, 18-ാം വാക്യം പറയാണ്: ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക, ഇനി അവിടുന്ന് ഞങ്ങളെ രക്ഷിച്ചില്ല എങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കുകയോ വണങ്ങുകയോ ചെയ്യില്ല. ഇത് വിശ്വസ്തത. പിടികട്ടെ വ്യത്യാസം എന്നാണ്? വ്യത്യാസം എന്നാ മനസ്സിലായോ? വിശ്വാസം നീ തകർത്താലും ഞാൻ നിന്നോട് വിശ്വസ്തനായിരിക്കും. വിശ്വസ്തത ഏറ്റവും നല്ല ഉദാഹരണം ആരെന്നറിയോ? പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്ന ഒറ്റ വാക്കേ ഉള്ളൂ. എന്താ വാക്കേതാ? ഇതാ കർത്താവിന്റെ ദാസി. ഇത് പറഞ്ഞ ശേഷം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കേ. വളരെ സുഖമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പരിശുദ്ധ അമ്മ അപമാനത്തിന്റെ പിടിയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇനി യോസേപ്പ് പിതാവ് ചേർത്ത് നിർത്തി, പിടിച്ച് നിർത്തി. ഈ മറ്റു സ്ഥലത്തേക്ക് സഞ്ചരിക്കാൻ അറ്റ്ലീസ്റ്റ് ഒരു കാറ് വേണ്ടേ? ഒരു കഴുതയുടെ പുറത്തിരുന്ന് ഈ പരിശുദ്ധ അമ്മ നിറവേറും കൊണ്ട് ഈ പരിശുദ്ധ അമ്മ യാത്ര ചെയ്യാം. നിങ്ങൾ ചെയ്യുമോ അമ്മമാരെ? നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വഴി പ്രസവിച്ചിടാൻ ഇഷ്ടമുണ്ടോ? ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ചെറിയ ആശുപത്രികൾ, അല്ലെങ്കിൽ നല്ല മറച്ചിട്ടുള്ളൊരു സ്ഥലയിലും വേണ്ടേ? പരിശുദ്ധ അമ്മ തന്റെ കുഞ്ഞിനെ പശുവിന്റെ ചാണകവും മൂത്രവും ഒക്കെ നിറഞ്ഞ ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിച്ചിടുക. അമ്മ എന്നാ പറഞ്ഞു? ഇതാ കർത്താവിന്റെ ദാസി. ഒരു 3 മാസം പ്രസവരക്ഷ ചെയ്യണ്ടേ? വേണ്ടേ? 3-ാം ദിവസം ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ അപ്പനും അമ്മയും കൂടെ മറ്റൊരു രാജ്യത്തേക്ക് ഓടുക. ഓർത്തോണം, ഈ ഒരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള അകലം ഇസ്രായേൽ ജനത പിന്നിടാനെടുത്ത വർഷം എത്രയാ? 40 വർഷം. 40 വർഷം ഇസ്രായേൽ ജനത സഞ്ചരിച്ച ഈ ദൂരം നിർത്താതെ ഒരു 6 മാസം ഓടിയിട്ടുണ്ടാവില്ലേ ഈ അപ്പനും അമ്മയും ഈ കുഞ്ഞിനെ കൊണ്ട്? പരിശുദ്ധ അമ്മ എന്നാ പറഞ്ഞു? ഇതാ കർത്താവിന്റെ ദാസി. മറ്റൊരു രാജ്യത്തിൽ പോയി പരദേശിയായിട്ട് ജീവിക്കണം. അമ്മ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി. തിരിച്ചു വരും, ഭർത്താവ് മരിക്കും, യോസേപ്പ് പിതാവ് മരിക്കും. അമ്മ പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി. പിന്നെ ഈ അമ്മ ജീവിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? ഈ ഒരേ ഒരു മകന് വേണ്ടിയിട്ട്. 30-ാമത്തെ വയസ്സിൽ ഈ മകൻ നാട് നന്നാക്കാൻ ഇറങ്ങും. നാട്ടുകാരെ മുഴുവൻ അമ്മയോട് പറയും, നിന്റെ മകന് വട്ടാട്ടോ. അമ്മ എന്നാ പറയും? ഇതാ കർത്താവിന്റെ ദാസി. 33-ാമത്തെ വയസ്സിൽ ഈ മകനെ പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ പീലാത്തോസിന്റെ പടയാളികൾ കെട്ടിയിട്ടിട്ട് അടിക്കും. കണ്ടു നിൽക്കുന്ന അമ്മ എന്നാ പറയും? ഇതാ കർത്താവിന്റെ ദാസി. മകൻ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയുടെ മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ പിറകെ നടക്കുന്ന അമ്മ പറയുന്ന ഒറ്റ കാര്യമുള്ളൂ. എന്താ അത്? ഇതാ കർത്താവിന്റെ ദാസി. ഒരു രാജ്യദ്രോഹിയെ പോലെ ഉടുതുണിക്ക് മറുതുണി ഉടുതുണിയില്ലാതെ കുരിശിൽ കിടന്നുകൊണ്ടത് ഈ മകൻ സ്വർഗത്തിലേക്ക് അത്യുന്നതങ്ങളിലേക്ക് ദൈവത്തെ നോക്കി നിലവിളിച്ച് പറയും, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടോ എന്ന് നിലവിളിച്ച് ചോദിക്കുമ്പോ താഴെ നിൽക്കുന്ന അമ്മ എന്നാ പറയും? ഇത് കർത്താവിന്റെ ദാസി. തീർന്നോ? മകന്റെ മൃതശരീരം എടുത്ത് മടിയിൽ വെച്ചിട്ട് ഈ അമ്മ പറയുന്ന ഒറ്റ വാക്ക്, ഇത് കർത്താവിന്റെ ദാസി. ഇത് വിശ്വസ്തത. പറഞ്ഞ വാക്കിന് വില വേണം. പറഞ്ഞ വാക്കിന് വില വേണം. ഇത് വിശ്വസ്തത. ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറഞ്ഞ സംഗതി ഇതാണ് വിശ്വസ്തത. തമ്പുരാന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് അന്ന് നിങ്ങൾ കെട്ടിയോനും കെട്ടിയോളും കൂടി ഒരു പ്രതിജ്ഞ ചെയ്തില്ലേ? ഇന്നു മുതൽ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ സമ്പത്തിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിന്റെ ഏതവസ്ഥയിലും നിനക്ക് ഞാൻ തുണയും ഇണയും കാവലും കരുതലുമായി ഇരുന്നു കൊള്ളാന്ന് അവന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനാണോ ജീവിക്കണേ? ആണോ? ചിന്തിച്ചോ? നമ്മുടെ ഉള്ളിലോട്ട് നോക്കിയൊന്ന് ചോദിച്ചോ, ഇങ്ങനാണോ എൻ്റെ ജീവിതം പോണേ? അപ്പോ പറഞ്ഞ വാക്കിന്
ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ദൈവത്തെ വിശ്വാസമുള്ളതിന് 100 ഇരട്ടി ദൈവം നമ്മളെ വിശ്വസിക്കുന്നുണ്ടെന്നേ. നമ്മളെ ദൈവം വിശ്വസിക്കുന്നുണ്ട്. ഞാനൊരു സംഭവം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നറിയാം. ഞാൻ അടൂർ ധ്യാനം നടക്കാം. അടൂർ ഇങ്ങനെ ധ്യാനം നടക്കുമ്പോൾ പെട്ടെന്ന് ധ്യാനത്തിന്റെ ബാക്കിൽ നിന്ന് ഭയങ്കര ഒച്ചപ്പാട് ബഹളവും. അപ്പൊ നമ്മൾ ധ്യാനത്തെ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. പോകുമ്പോൾ അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ധ്യാനത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും, നമുക്ക് കണക്ഷൻ വിട്ടുപോകും. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവന്മാരോട് മിണ്ടാതിരുന്നില്ലെന്ന് ഞാൻ ഇവന്മാരെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ്. നമുക്ക് കണക്ഷൻ മുഴുവൻ വിട്ടുപോകും. അപ്പൊ ഞാനിങ്ങനെ ധ്യാനിപ്പിച്ചോണ്ടിരിക്കുന്നത് ഈ അടൂര് പള്ളി മലങ്കരക്കാരുടെ പള്ളിയാണ്. അപ്പൊ ഇങ്ങനെ ധ്യാനിപ്പിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ബഹളം, ഈ പള്ളിയുടെ ബാക്കിൽ നിന്ന് ബഹളം കേട്ടു. എൻ്റെ മൊത്തം ചാനലും പോയി. കാരണം ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പൊ എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയി. പെട്ടെന്ന് ഞാൻ ബ്ലാങ്ക് ആയി. എൻ്റെ തലയ്ക്കകത്തേക്ക് ഒരു സാധനവും വരണില്ല. പെട്ടെന്ന് ഞാൻ ഇന്റർവെല് കൊടുത്തു. ഞാൻ സംഗീതത്തിൽ പോയിരുന്നിട്ട് ഞാനിങ്ങനെ ഒരു കപ്പ് കാപ്പിയൊക്കെ കുടിച്ചോണ്ടിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഒരു സ്ത്രീ ഇങ്ങനെ കൈയൊക്കെ മുറിഞ്ഞിട്ട് അവിടെ സംഗീതത്തിന്റെ അവിടെ കഴുകാൻ വന്നു. വികാരിച്ചിനെ ആ സ്ത്രീ ഇങ്ങനെ വിളിച്ചോണ്ട് വന്നേക്കാം. ഞാൻ ചോദിച്ചത് എന്നെ പറ്റിയ, പള്ളിക്കകത്തിരുന്നിട്ട് ഈ കൈ മുറിയാൻ മാത്രം അവിടെ എന്നാ സംഭവിക്കും? കത്തിക്കുത്ത ബഹളം പോലെ പള്ളിക്കകത്ത് നടന്നോ ഈ കൈ മുറിഞ്ഞ? അപ്പൊ ഞാൻ ചോദിച്ചു, ഇതെന്ത് പറ്റിയതാ? അപ്പൊ വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ അത് ആ സ്ത്രീയുടെ മോൻ കടിച്ചതാ. മോനിങ്ങനെ കടിച്ച് പറിച്ച് ഇങ്ങനെ കൈ ഇങ്ങനെ മുറിച്ചെടുത്തേക്കാണ്. ഞാൻ ചോദിച്ചു എന്നാ പറ്റിയ? അപ്പൊ പറഞ്ഞു, ആ കൊച്ചിന് ഓട്ടിസം അച്ഛാ. ഞാനിത് ഈ ധ്യാനം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഈ ചേച്ചിയെ ചെന്ന് കണ്ട്. അപ്പൊ ചേച്ചിയുടെ ജീവിതം പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി. 2 പിള്ളേർ ഓട്ടിസം ഉള്ള പിള്ളേരാ, ഇരട്ട പിള്ളേരാ, 2നും ഓട്ടിസമാണ്. അപ്പൊ ഈ സ്ത്രീ ഭർത്താവ് ഈ പിള്ളേർക്ക് ഓട്ടിസം ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഭർത്താവ് ഇട്ടിട്ട് പോയി. പിന്നെ ഈ ചേച്ചി ഈ പിള്ളേരെ കൊണ്ട് ഇങ്ങനെ ജീവിക്കാണ്. അപ്പൊ ഈ ചേച്ചി ഒരു തുണിക്കടയിൽ, അടൂർ ഒരു തുണിക്കടയിൽ ഇങ്ങനെ സെയിൽസ് ഗേൾ ആയിട്ട് നിന്നിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാവിലെ ഈ പിള്ളേരെ എണീപ്പിച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കി ഒരു മുറിക്ക് ഇട്ട് ഒരാളെ പൂട്ടും, അടുത്ത മുറിക്കകത്ത് അടുത്തയാളെ പൂട്ടും. ഒന്നിച്ചെത്തി കഴിഞ്ഞാൽ ഇതുങ്ങൾ കടിച്ചു കീറി മൊത്തം പ്രശ്നമാക്കും. അതൊരു 2 മുറിക്കുള്ളിലിട്ട് പൂട്ടിയിട്ടാണ് ഈ സ്ത്രീ പോകുന്നത്. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാലോ ഈ പിള്ളേർ എന്ത് ചെയ്യുന്ന, ആ റൂം മുഴുവൻ വൃത്തികേടാക്കും, മലമൂത്ര വിസർജനം നടത്തും, ഇത് മുഴുവൻ അതിൻ്റെ അകത്ത് കിടന്ന് ഉരുളും. അങ്ങനെ മൊത്തം ഒരു വല്ലാത്ത ശോകന അവസ്ഥയാണ്. തിരിച്ചു വന്നിട്ട് ഈ ചേച്ചി ആദ്യം ഈ പിള്ളേരെ റെഡിയാക്കി, റൂം റെഡിയാക്കി, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് ചേച്ചി നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ എവിടെയെങ്കിലും ഇവരെ ഇങ്ങനെ ഏൽപ്പിച്ചാലോ? ആ ചേച്ചി എന്നെ രൂക്ഷമായിട്ടൊന്ന് നോക്കിയേ. എന്നിട്ട് ചോദിച്ചേ, അച്ഛാ ദൈവത്തിന് എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ അച്ഛാ ഈ പിള്ളേരെ എനിക്ക് തന്നെ? ഞാനിവരെ നോക്കുന്ന ദൈവത്തിന് വിശ്വാസമില്ലേ? അതുകൊണ്ടല്ലേ ഈ പിള്ളേരെ എനിക്ക് തന്നെ? ഞാൻ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞ ഞാനൊരു വിശ്വാസവഞ്ചന കാണിക്കുമല്ലേ അച്ഛാ? ആ ചേച്ചിയുടെ വിശ്വാസം എവിടാ? എൻ്റെ ജീവിതം എവിടാ? നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യരുടെയൊക്കെ വിശ്വാസവും വിശ്വസ്ത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഇതുപോലെ ദൗർഭാഗ്യവശ നമ്മുടെ പല കുടുംബങ്ങളുടെയും ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഈ വിശ്വാസത്തിന്റെയും വിശ്വസ്തതയുടെയും ഈ തകർച്ച. പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന ഇതുകൊണ്ടാണ്. അതുകൊണ്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കാനൊക്കെ ശ്രദ്ധിച്ചോണേ. വളരെ 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 ഞാൻ സോഫ്റ്റായിട്ട് ഞാൻ പറഞ്ഞുവെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വിശ്വാസത്തിനും വിശ്വസ്തതയ്ക്കും എതിരായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ അടിത്തറ ഇളകും. മനസ്സിലായോ? അതുകൊണ്ട് വിശ്വസ്തരായിരിക്കണം. പരസ്പരം വിശ്വസിക്കുകയും വിശ്വസ്തരായിരിക്കുകയും ചെയ്യണം. ഇതാണ് കുടുംബത്തിന്റെ അടിത്തറ. നമ്മൾ അടിത്തറ ഇട്ട് കഴിഞ്ഞു. ഇനി എന്ത് വേണം? ചുവരാണ്. എന്താണ് നമ്മുടെ കുടുംബത്തിന്റെ ചുവര്? ഞാൻ ഇന്നൊരു 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തോട്ടെ, ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ. ഒരു 15 മിനിറ്റ്, അരമണിക്കൂറിന് ഞാൻ തീർത്തോളാം. ഞാൻ 8:30 ആകുമ്പോൾ തീർത്തിട്ട് 8:30 ദിവ്യാരാധന, 15 മിനിറ്റ് ദിവ്യാരാധന, 8:45 ആകുമ്പോഴത്തേക്ക് ഞാൻ തീർത്തോളാം. കുഴപ്പമുണ്ടോ? ഓക്കെ, ഇതൊന്ന് പറഞ്ഞു തീർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ വീടിന്റെ അടിത്തറയിട്ടു, നമ്മുടെ കുടുംബത്തിനെ അടിത്തറയിട്ടു. ഇനി നമ്മൾ കുടുംബത്തിന് ചുവരുകൾ ഉണ്ടാക്കുകയാണ്. ശ്രദ്ധിച്ചോണം, നമ്മൾ വീടിന്റെ 1ാം ഘട്ടം കഴിഞ്ഞു, അടിത്തറയിട്ടു, വിശ്വസ്തയും കൊണ്ട് അടിത്തറയിട്ടു. ഇനി ചുവരുകൾ എന്താണ്? നമ്മുടെ കുടുംബത്തിന്റെ ചുവരുകൾ. വീടിന്റെ ചുവര് കട്ടയും സിമെന്റും മണലുമാണ്. വീടിന്റെ ചുവരെന്താണ്? കുടുംബത്തിന്റെ ചുവര്? പരസ്പര സ്നേഹമാണ് കുടുംബത്തിന്റെ
ചുവരുകൾ. ചുവരെന്തിനാ മക്കളെ? എന്തിനാ ചുവരെന്തിനാ? സംരക്ഷണത്തിനാണ് അല്ലെ? ചുവര് സംരക്ഷണം, അകത്തുള്ളതിനെ പുറത്തുള്ളതിൽ നിന്ന്, കാറ്റിൽ നിന്നും ചൂടിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചുവരുകൾ വേണ്ടേ. ഇഴജന്തുക്കളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ചുവരുകൾ വേണ്ടേ. സംരക്ഷണമാണ് ചുവരിന്റെ ലക്ഷ്യം. നമ്മൾ ഒരു കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് പരസ്പരമുള്ള സ്നേഹമാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഐ ലവ് യു എന്ന് പറയണാണോ? ആണോ? പിള്ളേരുടെ സ്നേഹം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, 4 ഡാ. ലവ് യുടാ, മിസ് യുടാ, കിസ് യുടാ, ബൈഡാ. പിള്ളേരുടെ സ്നേഹം അങ്ങനെ. അതല്ല സ്നേഹം, കുടുംബത്തിന്റെ സ്നേഹം. 4 കാര്യങ്ങൾ കുടുംബത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ പറയാൻ പോവാം. മറക്കരുത്, ഒരിക്കലും വിട്ടുകളയരുത്. ഒന്നാമത്, ഗിവ് ഡിഗ്നിറ്റി, മഹത്വം കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം. വല്ലതും മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഞാൻ എൻ്റെ ഒരു പ്രത്യേകത, ഞാൻ എല്ലാ വർഷവും വീട് വെഞ്ചരിക്കും. ഞാൻ ഇതിനു തൊട്ട് മുമ്പ് പൈസ്മൗണ്ട് പള്ളിയിലായിരുന്നേ. പൈസ്മൗണ്ട് പള്ളിയിൽ, എനിക്കറിയാം പൈസ്മൗണ്ട് മേലുകാവ് അടുത്തുള്ള പള്ളിയാണ് പൈസ്മൗണ്ട് പള്ളി. അവിടെ ഞാൻ 4ാമത്തെ വർഷം വീട് വെഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ സാധാരണ ചെയ്യുന്നത് രാവിലെ കുർബാന കഴിയുമ്പോഴേ ഇറങ്ങും. ഒരു 7:15, 7:20 ആകുമ്പോഴത്തേക്ക് ഞാൻ പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് റെഡിയായിട്ട് ഇറങ്ങും. ഏതെങ്കിലും വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അതിനുശേഷം വീടെല്ലാം വെഞ്ചരിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിയോട് അനുബന്ധിച്ച് ഒരു ഏതെങ്കിലും വീട്ടിൽ ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്യും. അവിടെ ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് ഞാൻ തിരിച്ചു പോരുന്നതാണ്. കാരണം ഒരു 2-2:30 കൂടി എൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു വരും ഓരോ വാർഡിലും. ഞാനൊരു ദിവസം ഇങ്ങനെ ഉച്ചയ്ക്ക് വീട് വെഞ്ചരിപ്പൊക്കെ കഴിഞ്ഞ് ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പനുണ്ട്, അമ്മയുണ്ട്, എൻ്റെ സൺഡേ സ്കൂളിൽ 2 മക്കളുണ്ട്, പിന്നെ ഞാനും ഉണ്ട്. ഞങ്ങൾ 5 പേര് ഒന്നിച്ചിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കാം. വെജിറ്റേറിയൻ ഫുഡാണ്, നോമ്പുകാലമാണ്. ഞാൻ മീൻ കൂട്ടുമെങ്കിലും ഇടവക്കാരോട് പറയും ഞാൻ കംപ്ലീറ്റ് നോയമ്പാണ്, അതുകൊണ്ട് നിങ്ങൾ വെജിറ്റേറിയനെ ഉണ്ടാക്കാവൂ. ഇല്ലെങ്കിൽ അച്ഛൻ മീൻ കൂട്ടി എന്ന് പറയും നാട്ടുകാരോട് മുഴുവൻ അവർ പറയത്തില്ലേ. അതുകൊണ്ട് ഞാൻ മീൻ കുഴിക്കത്തില്ല, നാട്ടുകാരുടെ മുമ്പിൽ ചെന്ന് ഞാൻ മീൻ കഴിക്കത്തില്ല. സിസ്റ്റേഴ്സ് അറിയാം മീൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർ സിസ്റ്റേഴ്സ് പറയും അച്ഛാ മീനെങ്കിലും കഴിക്കണം അച്ഛാ എന്ന് പറഞ്ഞാൽ മീൻ തരും. അപ്പൊ ഞങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് ഇങ്ങനെ വെജിറ്റേറിയൻ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം എനിക്ക് വാഴയ്ക്കാത്തോരന് ഇഷ്ടമാണ്. വാഴയ്ക്കാൻ ഏത്ത വാഴയ്ക്ക ഇങ്ങനെ പച്ച വാഴയ്ക്ക എടുത്തിട്ട് തോരൻ വെച്ചിട്ട് അതിൽ കടുകൊക്കെ പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റ് അല്ലേ? നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ ആ വീട്ടിൽ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ വാഴയ്ക്കാത്തോരനൊക്കെ കടുക് പൊട്ടിച്ച് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ ഞാനിങ്ങനെ ഈ കറി വേറൊരു പ്ലേറ്റിൻ്റെ അകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം, ഒരു ക്വാർട്ടർ പ്ലേറ്റിൻ്റെ അകത്ത് കറികളെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചേക്കണം. അപ്പൊ ഞാൻ ഈ വാഴയ്ക്കാത്തോരനെ ഇങ്ങനെ എടുത്തപ്പോൾ ആരോ പിടിച്ച് താഴോട്ട് വലിക്കണം. ആരായിരിക്കും? ഒരു മുടിയാ എടുത്തിട്ട് ഇങ്ങനെ പൊങ്ങണില്ല, ഈ സാധനം ഇങ്ങനെ അങ്ങോട്ട് പിടിക്കണ പോലെ. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് അറിയാതെ രീതിയിൽ ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നി. ഞാനിങ്ങനെ ഇങ്ങോട്ട് പിടിക്കണം, ഞാനിങ്ങനെ കുനിഞ്ഞ് പെട്ടെന്നൊന്ന് നോക്കി, ഇത് എന്താ സംഭവം. ഞാൻ നോക്കണ കണ്ട് അവരെല്ലാവരും നോക്കിയപ്പോ മുടി ഇങ്ങനെ തൂങ്ങിക്കിടക്കുക എൻ്റെ കയ്യിൽ. അതുവരെ ഉണ്ടായിരുന്ന ആ രംഗം അങ്ങ് മാറി പെട്ടെന്ന്. എല്ലാവർക്കും പെട്ടെന്ന് അങ്ങ് ആ ചിരിയും കളിയൊക്കെ അങ്ങ് പോയി. ഈ സമയത്ത് ഭർത്താവ് ഒറ്റ പൊട്ടിത്തെറിക്കല്. ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെയാണ് ഉണ്ടാക്കണേ, ശ്രദ്ധിക്കേണ്ടതല്ല. എന്നിട്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു പൊന്നി ചേട്ടാ പോട്ടെ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് 3 പെങ്ങന്മാരുണ്ട്. സകല എണ്ണത്തിന് ഇന്ദുലേഖ മേടിച്ചു കൊടുക്കണം. ഞാൻ അപ്പനോട് പല പ്രാവശ്യം വേണ്ട, മുടി കിട്ടാത്ത ദിവസം എനിക്ക് കുറവാണ്. അതുകൊണ്ട് വീട്ടിൽ ഇതൊക്കെ ശീലമാണ്. അതുകൊണ്ട് ഇതൊന്നും സാരമില്ല, പോട്ടെ, ഞാൻ പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ചേട്ടൻ വിടാൻ പാടില്ല, ഭയങ്കരമായിട്ട് അങ്ങ് പൊട്ടിത്തെറിച്ചു. പാവം ചേച്ചി പുള്ളിക്കാരത്തെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാത്രമൊക്കെ എടുത്ത് കണ്ണൊക്കെ നിറഞ്ഞ് കിച്ചണിലോട്ട് കയറിപ്പോയി. അപ്പൊ ഞാൻ കെട്ടിയവനെ ശാന്തമാക്കാനൊക്കെ ശ്രമിച്ചു. കെട്ടിയവനും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഏട്ടൊക്കെ പുറപുറത്തോണ്ടിരിക്കുക. അപ്പൊ ചേട്ടാ സ്പോട്ടെ, സാരമില്ല, ഇതൊക്കെ സാരമില്ലാത്ത കാര്യമില്ല, ഇത്ര നിസ്സാര കാര്യമല്ലേ ഉള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞ് ശാന്തപ്പെടുത്തിയിട്ടും അങ്ങ് ഓക്കെ ആവണില്ല. പിള്ളേരും ആകെ വിഷമത്തിലായി, ആ കുടുംബം മൊത്തം വിഷമത്തിലായി. ഞാൻ പെട്ടെന്ന് തന്നെ ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, എൻ്റെ മൂഡ് മാറുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടായി, ഞാൻ അവിടെ നിന്ന് വിട്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ അമ്മ എൻ്റെ അടുക്ക വന്ന എന്നിട്ട് പറഞ്ഞു അച്ഛാ സോറി കേട്ടോ,
നമ്മൾ ചേച്ചി സാരില്ല പോട്ടെ, അറിഞ്ഞുകൊണ്ടാരും ഭക്ഷണത്തിൽ ഇടത്തില്ലല്ലോ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ടു, അതേക്കുറിച്ചൊന്ന് ഞാൻ ഇപ്പോൾ ചിന്തിച്ചു പോലുമില്ല. അപ്പൊ അതിന് ശേഷം ഈ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ടായി, അച്ഛാ ഇതിനു ശേഷം എനിക്ക് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റണില്ല, എൻ്റെ ഭർത്താവിനോട് എൻ്റെ ഉള്ളിൽ വല്ലാത്ത വെറുപ്പ് തോന്നുക. ഞാൻ ചോദിച്ചു എന്തേ? അച്ഛാ ഈ ഭർത്താവ് എന്നെ സ്നേഹിക്കണുണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോ എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കില്ലായിരുന്നോ? ഞാൻ അപമാനിതയാകാൻ എൻ്റെ ഭർത്താവ് വഴിവെക്കുമായിരുന്നോ? സ്നേഹം എന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം നമ്മുടെ കൂടെയുള്ള ആള് വീഴാതെ ചേർത്ത് പിടിക്കുന്നതിന്റെ പേരാ, അവർക്ക് കൊടുക്കുന്നതിന്റെ മഹത്വം കൊടുക്കുന്നതിന്റെ പേരാ. പിടികിട്ടിയോ? മനസ്സിലായോ? നമ്മുടെ കൂടെയുള്ള ആൾക്ക് ബലഹീനതകളുണ്ടാവും, കുറവുകളുണ്ടാകും, വീഴ്ചകളുണ്ടാവും. ചേർത്ത് പിടിച്ചോണം. അവര് വീഴാൻ നമ്മൾ സമ്മതിക്കരുത്. മറ്റുള്ള മുമ്പിൽ അവരെ ഒരു പരിഹാസ പാത്രമാക്കാൻ ഒരു കാരണവശാലും സമ്മതിക്കരുത്. ചില ചേച്ചിമാര് വന്നിട്ട് അറിയും, അപ്പൊ ഒന്നച്ചാ അങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല അച്ഛാ, പറയാറില്ലേ? Be careful. വീക്ക്നെസ് ഉണ്ട്, ബലഹീനതകളുണ്ട്, കുറവുകളുണ്ട്, ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ട്. ഭാര്യമാരോട് ചില ഈ വീടിന്റെ അകത്തിരിക്കുന്ന നിനക്ക് എന്നാ അറിയാം ചോദിക്കാറില്ലേ? ചോദിക്കരുത്. To give dignity. അവർക്ക് അവരുടെ മഹത്വം കൊടുക്കണം. സ്നേഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം അതാ. ഭർത്താവിന് കൊടുക്കേണ്ട മഹത്വം, ഭാര്യയ്ക്ക് കൊടുക്കേണ്ട മഹത്വം നിങ്ങൾ കൊടുക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മഹത്വം കൊടുക്കുന്നത് കണ്ടു വേണം നിങ്ങളുടെ മക്കൾ വളരാൻ. എങ്കിലേ അവര് നിങ്ങൾക്ക് മഹത്വം തരൂ. മനസ്സിലായോ? ഇതാണ് സ്നേഹത്തിന്റെ ഒന്നാമത്തെ കാര്യം. ഈശോയുടെ ജീവിതം നിർത്തക്കെ ഈ മഹത്വം നഷ്ടപ്പെട്ട ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിച്ച് കൊണ്ടുവരല്ലേ. എന്തിനാ അവൻ ചുങ്കക്കാരന്റെ കൂടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ച്? വേശികളുടെ ശയ്യാഗ്രഹത്തിലേക്ക് അവൻ കൂട്ടിരിക്കാൻ പോയത് എന്തിനാ? ആർക്കും വേണ്ടാത്ത ഭിക്ഷക്കാരനെ ചേർത്ത് കെട്ടിപ്പിടിച്ചത് എന്തിനാ? അവർക്ക് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. Give dignity. ഇതാണ് സ്നേഹത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില മുറിവുകളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാവും, ചില മുറിവുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കും. അതിനെ മറക്കുകയും പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്നേഹത്തിന്റെ രണ്ടാമത്തെ ലക്ഷണം. ഈ പൂർവ്വ യൗസേപ്പ് അറിയാലോ? ആരാ പൂർവ്വ യൗസേപ്പ് ആരാ? യാക്കോബിന്റെ 12 മക്കളിൽ ഒരാൾ. ഈ പൂർവ്വ യൗസേപ്പിനോട് സഹോദരന്മാർ എന്തുമാത്രം ക്രൂരത കാണിച്ചെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു. എന്നിട്ട് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ഇവൻ പറയുന്നത് എന്താ? നിങ്ങൾ എന്നോട് തെറ്റ് ചെയ്തു, പക്ഷെ ദൈവം അത് നന്മയ്ക്കായി മാറ്റി, ദൈവ പദ്ധതിയാക്കി മാറ്റി. എന്നിട്ട് ഈ പൂർവ്വ യോസേപ്പിന് ആദ്യത്തെ കുഞ്ഞുണ്ടാകുമ്പോ ഇടുന്ന പേരെന്താ? മനാസേ. അർത്ഥം എന്താ? എല്ലാം മറക്കണം. നമ്മൾ ചില കാര്യങ്ങളൊന്നും മറക്കാതെ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടുവന്ന, മറക്കേണ്ട കാര്യം മറന്നു കളയണമേ, ക്ഷമിക്കേണ്ട കാര്യം ക്ഷമിച്ചു കളയണം. എങ്കിലേ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യരാകൂ. ദൈവം തന്നെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചെന്ന് പറഞ്ഞല്ലോ. ഈ ഛായയും സാദൃശ്യം എന്താണെന്നറിയാമോ? ഒന്ന് സ്വാതന്ത്ര്യമാണ്, നല്ലത് തിരഞ്ഞെടുക്കും, മനസ്സാക്ഷി സ്വാതന്ത്ര്യം എന്നൊക്കെ പറയുന്ന സംഗതി ഒന്നതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? മനുഷ്യന് മാത്രമേ ക്ഷമിച്ച് സ്നേഹിക്കാൻ പറ്റൂ. ഉള്ളുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കാൻ മനുഷ്യനെ പറ്റൂ. ദൈവത്തിനും പറ്റും, മനുഷ്യനും പറ്റും. ഇപ്പൊ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യും. ഈ പുത്തമ്പരച്ചൻ പറഞ്ഞ ഒരു കഥ, ഇങ്ങനെ ഞങ്ങൾ ധ്യാനിപ്പിച്ചോ പറഞ്ഞ ഒരു കഥ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്. ഇതേക്കുറിച്ച് പറഞ്ഞപ്പോഴേ, ഇപ്പം ഓഫീസിൽ ചേട്ടൻ പോയിട്ട് വൈകുന്നേരം വീട്ടിൽ വന്നേ. അപ്പൊ ഈ ഓഫീസ് നല്ല ചേട്ടനാ, വീട്ടിലെ ആ ഓഫീസ് നടന്ന കാര്യങ്ങളെല്ലാം വൈകുന്നേരം വന്ന് ഭാര്യയോട് പറയും,
അപ്പൊ ഒരു ദിവസം ഒരു പുതിയ ജോലിക്കാരി വന്നു. അപ്പൊ ചേട്ടൻ ചെന്നിട്ട് ഭാര്യ പറഞ്ഞു, എടി ഇന്നേ ഓഫീസിൽ ഒരു പുതിയ പെങ്കൊച്ചു വന്നു, കാണാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, നല്ല കൊച്ചാണ്, നന്നായിട്ടൊക്കെ ജോലിയൊക്കെ ചെയ്യും, കാണാൻ വൃത്തിയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഒറ്റ ഇത്തിരി മേൽമീശ ഉണ്ടോന്നൊരു സംശയം, ഇത്തിരി മീശ ഉണ്ടോന്നൊരു സംശയം. ആണോ, കൊള്ളാം, ഓക്കെ. ഭാര്യ അതൊക്കെ കേട്ടു. 3 വർഷം കഴിഞ്ഞ് വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഈ വീടിന്റെ പണി നടന്നിരിക്കുമ്പോൾ കമ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ വഴിയുടെ ഗേറ്റിന്റെ പണിയുന്ന അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ വൈകുന്നേരം ഒരു 3 നേരത്ത് സ്കൂട്ടർ എടുത്തോണ്ടൊക്കെ പോയപ്പോൾ ഈ കമ്പിയിലോട്ട് ചെന്ന് കയറിയിട്ട് അലച്ച് കെട്ടി വീണ് കയ്യെല്ലാം കല്ലെല്ലാം പെയിന്റ് ഒക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഓടി ഈ ഒച്ചപ്പാടും വെള്ളം കൊണ്ട് കെട്ടികൾ ഓടി വന്നു. അപ്പൊ ഈ കമ്പി കൊണ്ടുവന്നപ്പോ ചേട്ടൻ ഓഫീസിലായിരുന്നു, ചേച്ചിയാണല്ലോ ഇവിടെ കമ്പി ഇറക്കി ഇടിപ്പിച്ചത്. ഓക്കെ, ഭർത്താവ് ഇങ്ങനെ ചോദിച്ചു, ഈ കമ്പി ഇവിടെയാണ്, മാറ്റിയിടിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. എടുത്തുപോയാലേ ഭാര്യയുടെ മറുപടി എന്നാന്നറിയാം, പിന്നെ ഓഫീസിലെ പെണ്ണിന്റെ മേൽമീശ കാണാൻ നിങ്ങൾക്കുണ്ടോ, ഈ കമ്പി കാണാൻ പാടില്ലാത്തുള്ളൂ. ഓഫീസിലെ പെണ്ണിന്റെ മേൽമീശ കാണുന്ന നിങ്ങൾക്ക് ഈ കമ്പി കാണാൻ കണ്ണിലില്ല, മത്ത കുത്തിയിട്ടുണ്ടാ. മറക്കാതെ നമ്മൾ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കച്ചൊക്കെ 3-4 വർഷവും കഴിഞ്ഞിട്ട് വാതിക്കലെ മുട്ട് കെട്ടിട്ട് ഓടിച്ചെന്ന് നോക്കി, ഒറ്റ തൊഴി കൊടുത്ത് അതങ്ങ് പോയി. ഒരു 7 വർഷം കഴിഞ്ഞ് വീണ്ടും മുട്ട് കേട്ടപ്പോൾ ഓടിച്ചെന്ന് തുറന്നു നോക്കിയപ്പോൾ വീണ്ടും അതേ ഒച്ച തന്നെയാ. നീ എന്താ ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ ചോദിച്ച മറുപടി ചോദിച്ചത് എന്താണെന്നറിയാം, 7 വർഷം മുമ്പ് നീ എന്തിനാ എന്നെ തൊഴിച്ചെന്ന് എനിക്കിപ്പോൾ അറിയണം. ഇതുപോലെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു മരിച്ചടക്ക് പോയൊരു സംഭവം ഉണ്ടല്ലോ. ഞാൻ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന കാര്യങ്ങൾ കഴിയിട്ട് പോലെ പെട്ടെന്ന് മരിച്ചടക്ക് പോയപ്പോഴത്തേക്കും ഒരു ബ്ലാക്ക് ഹ്യൂമറാ. ഒരു മരിച്ചടക്കിന് പോയത് ഒരു പാവ സ്ത്രീ, അവള് ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ത്രീയാ, ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയ, ഭർത്താവായിട്ട് പിണങ്ങി താമസിച്ച ഒരു സ്ത്രീയാ, മക്കളൊന്നുമില്ല, അവള് മരിച്ചു. 65 വയസ്സ് മിച്ചമുണ്ട്. അപ്പൊ ഈ സ്ത്രീ മരിച്ചപ്പോഴത്തേക്കും അടക്കിന് ഞങ്ങളൊക്കെ ഉണ്ട്. ഈ പഴയ ഭർത്താവ് വന്നിട്ടുണ്ട്. ഈ മരിച്ചടക്കിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാലോ, നമുക്ക് അവസാനത്തെ പ്രാർത്ഥന ചൊല്ലുന്നതിന് തൊട്ട് മുമ്പ് വരെ എല്ലാവരും കൈയും കൂപ്പിടിച്ച് പ്രാർത്ഥന നടത്തും. അത് കഴിയുമ്പോൾ എന്നാ സംഭവിക്കും, ഈ ശവമഞ്ചത്തിലേക്ക് കുറെ ചേട്ടന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു വല്ലാത്ത കാര്യങ്ങൾ കാണിക്കും. അതായത് അവിടെ പിടിയിട, ഇവിടെ പിടിയിട, അങ്ങോട്ട് പിടിയിട, ഇങ്ങോട്ട് പിടിയിട, അവിടെ പൊക്കട, ഇവിടെ താക്കട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ഓച്ചപ്പാടും ബഹളവും. എന്നിട്ട് കുഴിയിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും ഇവരിങ്ങനെ പിടിച്ച് താഴോട്ട് ഇറക്കും. എന്നിട്ട് തന്നെയും മണ്ണിട്ട് മൂടാൻ പോകുന്ന സാധനം 1 ഇഞ്ച് ചെരിഞ്ഞിരുന്ന പ്രശ്നമാണ്. അവിടെ ഇങ്ങോട്ട് മാറ്റ്, ഇങ്ങോട്ട് വെട്ടിക്ക്, ഇല്ലേ, കാണുന്നതല്ലേ ഈ വക പരിപാടി നടത്താം. അപ്പൊ ഇങ്ങനെ ഈ ഒരു സ്ത്രീയുടെ അടക്ക് നടക്കുന്ന സമയത്ത് ഒരു ചേട്ടന്റെ മൊബൈൽ താഴോട്ട് പോയി. ഒരു കുരിശ് ഞാൻ വിളിച്ചു പറഞ്ഞു കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ ഈ അടക്ക് നടക്കുന്ന സമയത്ത് ഇതുപോലെ പോയല്ലേ ഒരാളുടെ മൊബൈൽ താഴോട്ട് പോയി. അപ്പോ അവിടെ നിന്ന് ഈ ഭർത്താവ് ഉണ്ടല്ലോ, ഈ മനുഷ്യൻ പറയാണേ, എടാ സജിയെ, ആ ഫോൺ എടുക്കണ്ട, അവിടെ കിടന്നോട്ടെ, അവക്ക് അവിടെ കിടന്നിട്ട് അങ്ങേരെ വിളിക്കാമല്ലോ എന്ന്. കുഴി കിടന്നിട്ട് അങ്ങേരെ വിളിക്കാമല്ലോ. എന്തൊരു കഷ്ടല്ലേ, മരിച്ചാലും മറക്കാത്ത മുറിവുകൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നടക്കാം. സ്നേഹിക്കാന്ന് പറഞ്ഞാൽ മറക്കേണ്ടത് മറക്കുകയും പൊറുക്കേണ്ടത് പൊറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. മനസ്സിലായോ? ഒരു അമ്മയും ഞാൻ കണ്ടു. ഞാൻ ഒരു സംഭവം കൂടെ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നതാ. ഒരു അമ്മയും ഞാൻ കണ്ടിട്ടുണ്ടേ, കോട്ടയം മെഡിക്കൽ കോളേജ്. ഞങ്ങൾ ഡീക്കനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഈ മെഡിക്കൽ കോളേജിലോട്ട് പോകും, ഈ ജീസസ് യൂത്തിന്റെ. അപ്പൊ ഈ ഡീക്കനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ലോഹയ്ക്ക് മെഡിക്കൽ കോളേജിന്റെ 18ാം റൂമിൽ 18ാം വാർഡിലോട്ട് ഞങ്ങൾ പോകുമ്പോൾ റൈറ്റ് സൈഡിൽ ഇങ്ങനെ കയറി സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം. പഴയ മെഡിക്കൽ കോളേജ് നിങ്ങൾ പോയിട്ട് ഇപ്പം അവിടെ അതുകൊണ്ടൊന്നും എനിക്ക് അറിയത്തില്ല. 18ാം വാർഡിൽ നിങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോകണം, ബാക്ക് സൈഡിൽ. അപ്പൊ ഞങ്ങൾ കയറി പോകുമ്പോഴത്തേക്കും ഒരമ്മ ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ഇതൊക്കെ ഇട്ടുകൊണ്ട് പോയിക്കുക, ഇങ്ങനെ കെട്ടി തൂക്കി പ്ലാസ്റ്റർ കെട്ടിട്ട് വെച്ചേക്കുക. കയ്യിലൊരു ചോറ്റുപാത്രമൊക്കെ ഈ പി തോമസ് സാറിന്റെ അടുത്ത് ഈ കഞ്ഞിയൊക്കെ കിട്ടുമല്ലോ, അപ്പൊ അതൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഈ അമ്മ ഇങ്ങനെ കയറി പോവാ. അങ്ങനെ കയറി പോകുമ്പോഴത്തേക്കും ഞങ്ങൾ ലോഹ കിട്ടുന്ന അച്ഛന്മാർ ചെല്ലുന്ന കണ്ടോട്ട് ആ അമ്മ ഇങ്ങനെ ഒതുങ്ങി അങ്ങനെ. ഈ അമ്മ പോകണമെങ്കിൽ അറിയോ, അമ്മയ്ക്ക് ഒരു കൈ ചോറ്റുപാത്രമാണ്, മറ്റേ കൈ കിട്ടുക. അപ്പൊ കണ്ട് നടക്കാനായിട്ട് അമ്മ ഈ ചുമരിൽ ഇങ്ങനെ ഈ തോളിങ്ങനെ ചാരി കയറി പോവാം. അപ്പൊ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ അമ്മ അവിടെ നിന്നു, ഞങ്ങൾക്ക് വഴി തന്നു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അമ്മ എന്താ അമ്മയുടെ കൂടെ നിൽക്കാൻ ആരും ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാനല്ല ഇവിടെ കിടക്കണേ, എൻ്റെ ഭർത്താവാ കിടക്കണേ, ഞാൻ കൂട്ടി നിൽക്കണതാണ്. ഈ കൈവാടിലെ കൈയൊക്കെ കെട്ടി വെച്ചിട്ട് അമ്മ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ പറ്റിയേ?
പറഞ്ഞ ഭർത്താവ് കത്തിക്കുത്തുകൊണ്ട് കിടക്കുക. ഞങ്ങൾ ചോദിച്ചു എന്ത് പറ്റിയതാ? അപ്പൊ ഞങ്ങൾ ഈ അമ്മയുടെ കൂടെ നടന്ന ചോദ്യോത്തരമൊക്കെ ഞങ്ങൾ പിടിച്ച് അമ്മയുടെ ഒരു കയ്യെ പിടിച്ച് ഞങ്ങളിങ്ങനെ ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് ഇരുന്നു. പറഞ്ഞു ഈ ഭർത്താവും മകനും തമ്മിൽ അടിപിടി ഉണ്ടായി. മകൻ കുടിച്ചിട്ട് വന്ന് ഭർത്താവായിട്ട് കശപിശ ഉണ്ടാക്കി. പ്രശ്നം വഷളായപ്പോൾ അമ്മ നടുക്കേറി അമ്മയ്ക്കിട്ട് ഒറ്റ തട്ട് തട്ടി മകൻ ചെന്ന് ഈ കട്ടിലിൻ്റെ ആ പലകിട്ട് അടിച്ച് അമ്മയുടെ കൈ അസ്ഥിക്ക് പൊട്ടൽ വന്നു. എന്നിട്ട് കെട്ടി തൂക്കിയിട്ടേക്കാം. അതിൻ്റെ ഇടയ്ക്ക് മകൻ കത്തി കൊണ്ട് അപ്പനിട്ട് കുത്തി. അവനിപ്പോൾ ജയിലിലുമാണ്. അപ്പൊ നമ്മൾ അറിയാതെ പറഞ്ഞു അയ്യോ ഈ മെനഘട്ടവന്മാരൊന്നും നമ്മളൊരു ശാപവാക്ക് പറയാൻ തുടങ്ങി. അറിയാതെ നമ്മുടെ വായിൽ നിന്ന് വന്നാ. അപ്പോൾ ഈ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടേ, അയ്യോ അച്ഛാ പറയല്ലേ, നിങ്ങളൊക്കെ പറഞ്ഞാൽ കേൾക്കും, ഒന്നുമല്ലേലും എൻ്റെ പള്ളെ പിറന്ന കുഞ്ഞല്ലേ. എങ്ങനാ അമ്മമാർക്ക് ക്ഷമിക്കാൻ പറ്റണേ? സ്നേഹം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യാന്നുള്ള രണ്ടാമത്തെ കാര്യം. സ്നേഹത്തിന്റെ രണ്ടാമത്തെ കാര്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മറക്കുകയും, മൂന്നാമത്തെ കാര്യം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. ഈ ഈശോയുടെ ഏറ്റവും വലിയൊരു സങ്കടം എന്താണെന്നറിയാമോ? ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു കാര്യം. ഫിലിപ്പോസേ, ഇത്ര കാലവും ഞാൻ കൂടെ ഉണ്ടായിരുന്നിട്ടും നിനക്കെന്നെ അറിയത്തില്ലേ? വീട്ടിൽ ഒന്നിച്ച് ജീവിക്കുന്നവരെ നമുക്കറിയാമോ? അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? പരസ്പരം സംസാരിക്കണം. നമ്മുടെ വീടുകളിൽ ആരാ സംസാരിച്ചുകൊണ്ടിരിക്കണേ? ഞാനിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നുണ്ട്, എന്നാന്നറിയാമോ? ടി വിയോടെ വെച്ചേക്കും. ഈ ടി വിയുടെ മുമ്പിൽ നിന്ന് പിള്ളേരെല്ലാം നിരന്ന് ഭക്ഷണം, അമ്മമാര് മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം. എങ്ങനെ കണ്ടണ്ട? പഴയ അമ്മമാരാണ് അങ്ങനെ കോക്കാൻ വരും പാക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭക്ഷണം തെറ്റിക്കുമായിരുന്നു. ഇപ്പൊ അമ്മമാർ എന്നെ ചെയ്യണേ? ഞാൻ ന്യൂജൻ അമ്മമാരെ ഞാൻ കുറ്റപ്പെടുന്നതൊന്നും വിചാരിച്ചേക്കരുതേ, നമ്മളൊന്ന് ശ്രദ്ധിച്ചെങ്കിൽ നല്ലതാ. ഈ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയാ? കൊച്ചിൻ്റെ കയ്യിലോട്ട് മൊബൈൽ കൊടുക്കും. അതിൻ്റെ അകത്ത് ഈ താറാവ് ഡക്ക് പോലത്തെ സാധനമുണ്ട്, അതിങ്ങനെ വാവളിക്കുന്നതാണ്. കൊച്ചു വാവളിക്കും, അമ്മ ഒറ്റ ഏറ. അല്ലേ നമ്മൾ കാണുന്ന സംഗതി അത്. പരസ്പരം സംസാരിക്കാതെ ഭക്ഷണം ഒന്നിച്ചിരുന്ന് അത്താഴമേശയിലിരുന്ന് സംസാരിക്കണം. നമ്മുടെ അത്താഴമേശകള് പോസ്റ്റ്മോർട്ടം ടേബിളുകളായിട്ട് മാറിയിട്ടില്ലേ എന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ ഭക്ഷണമേശയിൽ നമ്മൾ എന്തോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണേ? നമ്മൾ അറിയാത്ത ആരൊക്കെയോ നമ്മുടെ വീടുകളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലേ? നമ്മൾ അറിയാത്ത ആരൊക്കെയോ നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന ഇടത്തേക്ക് അവർ പോകും. അറിയാമോ? നമ്മുടെ മക്കൾക്കൊക്കെ തിരസ്കരണങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നേ. അവരുടെ ജീവിതം, നമ്മുടെയൊക്കെ ജീവിതം അവരെ മാറ്റി നിർത്തണമെന്നൊരു തോന്നലൊക്കെ അവർക്ക് ഉണ്ടാവണുണ്ട്. ബി കെയർഫുൾ. കൊച്ചിന്റെ പരീക്ഷയ്ക്കുള്ള ഉത്തരം നമുക്ക് നമ്മൾ എഴുതിയത് അറിയാലോ. കൊച്ചു പരീക്ഷയ്ക്ക് എഴുതി വെച്ചതെന്താ? എനിക്കൊരു മൊബൈൽ ഫോൺ ആയാൽ മതിയെന്ന്. കാരണം എന്താ? അപ്പൻ സംസാരിക്കുന്നത് മുഴുവൻ ഫോണിലൂടെയാ. അമ്മ എപ്പോഴും പരിഗണിക്കുന്നത് ഫോണിനെയാ. ചേട്ടൻ ഫുൾ ടൈം ഫോണിനകത്താ, ചേച്ചി ഫുൾ ടൈം ഫോണിനകത്താ. എൻ്റെ അടുക്കൽ ആരുമില്ല, അതുകൊണ്ട് എനിക്കൊരു ഫോണായാൽ മതി. പരസ്പരം സംസാരിക്കണം, എങ്കിലേ അറിയൂ. ഇബ്സന്റെ പാവവീട് എന്ന് പറഞ്ഞിട്ടൊരു നോവലുണ്ട്, നിങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു. ഇബ്സന്റെ പാവവീട് എന്ന് പറഞ്ഞിട്ട് ഈ നോവലിന്റെ ഉള്ളിൽ ഈ നോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ദീർഘമായ കാലത്തെ ദാമ്പത്യം, 10-30 വർഷം ദാമ്പത്യം കഴിഞ്ഞിട്ട് ഈ പെണ്ണ് ഈ കെട്ടിയവനെ വിട്ടിട്ട് ഇറങ്ങി പോവാ. അപ്പൊ ഇറങ്ങി പോകുമ്പോ 3 കാര്യങ്ങൾ ഇവള് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം പറയാണ്, ദിവസം ചെല്ലുന്തോറും നമ്മൾ അപരിചിതരായി മാറിക്കൊണ്ടിരിക്കുന്നു. രണ്ടാമത് പറയാണ്, നമുക്കിടയിൽ ഗൗരവമായി ഒന്നും സംഭവിക്കുന്നില്ല. മൂന്നാമത് പറയാണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരു ഭാര്യയല്ല, ഒരു പാവയെയാണ്. ചില വീടുകളൊക്കെ അങ്ങനല്ലേ? ഞാനൊരു കല്യാണത്തിന്റെ 25ാം ജൂബിലി ആഘോഷിക്കാനായിട്ട് ഒരു കെട്ടിയോനും കെട്ടിയോട് എൻ്റെ അടുക്ക വന്നേ. നല്ല ഫാമിലി, നല്ല വെൽ സെറ്റിൽഡ്, നല്ല സാമ്പത്തികമുള്ളവര്, 2 നല്ല മക്കള്. മൂത്തയാള് MBBS കോട്ടയം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നു, രണ്ടാമത്തെ ആള് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നല്ല മക്കള്, നല്ല സാമ്പത്തികമുണ്ട്, നല്ല വാഹനമുണ്ട്, എല്ലാം കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ഒരു കുടുംബം. അവർ പറഞ്ഞു, അച്ഛാ 25ാം വർഷമാണ്, അച്ഛൻ വരണം, കുർബാന ചെല്ലണം, ഒരു സന്ദേശമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരാം. ഈ സമയത്ത് ഭർത്താവിന് ഫോൺ വന്നിട്ട് ഭർത്താവ് ഇറങ്ങിപ്പോയി. അപ്പൊ ഞാൻ ഈ ചേച്ചി പറഞ്ഞു, ചേച്ചി എത്ര മനോഹരമാണ് നിങ്ങളുടെ കുടുംബം,
എത്ര സുന്ദരമാണ് നിങ്ങളുടെ കുടുംബം. ദൈവം എത്രമാത്രം നിങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചേച്ചി എടുത്ത വല്ല ഡയലോഗ്, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അച്ഛാ? എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റാ. ആണോ? ആണോ? സ്നേഹിക്കുമ്പോൾ പരസ്പരം നന്നായി അറിഞ്ഞ് സ്നേഹിക്കണം, പരസ്പരം സംസാരിക്കണം. നമുക്ക് സംസാരിക്കാൻ സമയമില്ലെന്ന് നമ്മൾ പറയണേ അല്ലേ? സംസാരിക്കാൻ നമുക്ക് സമയമില്ല. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? മറ്റുള്ളവർ സംസാരിക്കാൻ തുടങ്ങും. നമ്മുടെ വീട്ടില് വിശ്വസ്തത തകരും, പരസ്പര വിശ്വാസം തകരും, കുടുംബം തകരും. നാലാമത്തെ കാര്യം, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഈ കരുതൽ എന്ന് പറഞ്ഞാൽ എന്താ? കരുതൽ എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ കരുതലാണ്. ഞാൻ നല്ലൊരു ഉദാഹരണം ഈശോ പറയുന്നുണ്ട്. ഈശോ പറയുന്ന ആ ഒരു കഥ ഇതാണ്, നല്ല സമറിയാക്കാരന്റെ കഥ. ഈ കഥയൊന്ന് 3 മനുഷ്യര് ഈ വീണ് കിടക്കുന്ന മനുഷ്യന്റെ അടുക്കിലൂടെ കടന്നു പോകുന്നുണ്ട്. ഈ 3 പേരും എന്താ ചിന്തിച്ചിട്ടുണ്ടാവുക? ഒന്നാമത്തെ ആള് ഒരു അച്ഛൻ അതിലൂടെ കടന്നു പോവാണ്. അച്ഛൻ ചിന്തിച്ച എന്താണ്? അയ്യോ, ഈ സമയത്ത് ഞാൻ ദേവാലയത്തിൽ പള്ളി കുർബാന ചൊല്ലേണ്ട സമയമാണ്. ഞാൻ കൃത്യസമയത്ത് ചെന്നില്ലെങ്കിൽ ആൾക്കാർ നോക്കിയിരിക്കും, അത് പ്രശ്നമാകും, എൻ്റെ കയ്യിൽ മുഴുവൻ ബ്ലഡ് പറ്റും, എനിക്ക് അന്നത്തെ കാലത്തെ സംബന്ധിച്ചാകുമ്പോഴത്തേക്കും ഞാൻ അശുദ്ധി ഉണ്ടാവും, പിന്നെ വിശുദ്ധ കുർബാന ബലിയർപ്പിക്കാൻ പറ്റത്തില്ല. ചിന്തിച്ച് വല്ല പ്രശ്നമുണ്ടോ? വല്ല പ്രശ്നമുണ്ടോ? അപ്പൊ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. കപ്പ്യാര് ചിന്തിച്ചെന്താ? ദേവാലയ ശുശ്രൂഷയിലെ കടന്നു പോകുന്നു. ദേവാലയ ശുശ്രൂഷ ചിന്തിച്ചെന്താ? ഞാൻ ഈ മനുഷ്യനെ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു വികാരിച്ചൻ ഇരിപ്പുണ്ട്, അങ്ങയുടെ വായിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കും. പള്ളി കൃത്യസമയത്ത് തുറന്നില്ലെങ്കിൽ അങ്ങയുടെ വായിരിക്കുന്ന മുഴുവനും ഞാൻ കേൾക്കണം. എനിക്ക് സമയമില്ല, ഞാൻ ചെന്നിട്ട് എന്തേറെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, ആൾക്കാർ വന്ന് നോക്കി കുർബാനയ്ക്ക് നോക്കിയിരിക്കും, അതുകൊണ്ട് എനിക്ക് സമയമില്ല. ചിന്തിച്ച് പ്രശ്നമുണ്ടോ? മൂന്നാമത്തെ ആൾ ചിന്തിക്കണ എന്നാന്നറിയാമോ? 2 പേര് ചിന്തിച്ചത്, ഞാൻ ഇവനെ തൊട്ടാൽ എനിക്കെന്ത് സംഭവിക്കുന്ന, ഇവനെ ഞാൻ തൊട്ടാൽ എനിക്കെന്ത് സംഭവിക്കും. മൂന്നാമത്തെ ആൾ ചിന്തിച്ചത് എന്താണ്? ഞാൻ ഇവനെ തൊട്ടില്ലെങ്കിൽ ഇവനെന്ത് സംഭവിക്കും. ഇതാണ് കരുതൽ. പിടികിട്ടിയോ? മനസ്സിലായോ? അതായത് ഞാൻ ഇവളെ തൊട്ടില്ലെങ്കിൽ ഇവൻ എന്ത് സംഭവിക്കും. ഇത് കരുതല്. ഈ ഒരു കരുതല് നമ്മുടെ കുടുംബങ്ങളിൽ വേണം. എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ അവൻ എന്ത് സംഭവിക്കും. ഈ യൂദാസാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് ഈശോ എന്തുകൊണ്ടാണ് വെളിപ്പെടാതിരുന്നത്? അറിയാമോ? ഈശോ എന്തുകൊണ്ടാ ഇവനാണ് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത് എന്ന് വെളിപ്പെടുത്താതിരുന്ന കാരണം, എങ്ങാനും മനസ്സു മാറി ഇവൻ തിരിച്ചു വന്നാൽ ഇവൻ ഒറ്റയ്ക്കായി പോകരുത്. കരുതലല്ലേ? എങ്ങാനും മനസ്സു മാറി ഇവൻ തിരിച്ചു വന്നാൽ ഈ 11 പേർക്കിടയിൽ ഇവൻ ഒറ്റയ്ക്കായി പോകരുത്. ഗുരുവിനെ ചതിക്കാൻ പ്ലാൻ ചെയ്തവനാ, നാളെ ഇവൻ ഞങ്ങളെയും ചതിക്കുമെന്ന ഒരു തോന്നല് ഇവർക്കുണ്ടാവരുത്. അല്ലേ? ഒരു കരുതലല്ലേ അത്? അതുകൊണ്ടല്ലേ വെളിപ്പെടുത്താത്തെ? ഈ ഒരു കരുതല് നമ്മുടെ വീടിന്റെ ഉള്ളിൽ വേണം. അതാണ് സ്നേഹത്തിന്റെ 4ാമത്തെ ലക്ഷണം. എൻ്റെ ഭാര്യയോട്, എൻ്റെ ഭർത്താവിനോട് അവർക്ക് എന്ത് സംഭവിക്കും? ഒരു കരുതല്. ഈ ഒരു കരുതല് ഉള്ളിൽ സൂക്ഷിച്ചാലേ നമ്മൾ സ്നേഹിക്കുന്ന മനുഷ്യർ. അപ്പൊ സ്നേഹത്തിന് 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? മഹത്വം കൊടുക്കുക. 2ാമത്തെ അറിയുക. 3ാമത്തത് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യുക. 4ാമത്തത് കരുതലുണ്ടാവാം. ഇതാണ് സ്നേഹം. പിടികിട്ടിയോ? അല്ലാതെ ഐ ലവ് യു പറയുന്നതല്ല കേട്ടോ. 3ാമത്തെ കാര്യം, വീടിന്റെ ചുവരുകൾ ഉണ്ടാക്കി. ഇനി അടുത്ത എന്താണ്? മേൽക്കൂര. എന്താ കുടുംബത്തിന്റെ മേൽക്കൂര? എന്താ കുടുംബത്തിന്റെ മേൽക്കൂര? എന്താ? നീതിയാണ്. കുടുംബത്തിൽ നീതി ഉണ്ടാവണം. ജസ്റ്റിസ്. എന്താ ഫസ്റ്റ്? വാട്ട് ഇസ് ജസ്റ്റിസ്? നീതി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കുള്ള നീതി എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം. നൽകേണ്ടവർക്ക് നൽകേണ്ട സമയത്ത് കൊടുക്കണം. നൽകേണ്ടത് എന്താണോ അത് കൃത്യസമയത്ത് കൊടുക്കണം. അത് നൽകേണ്ടവർക്കാണ് ആണോ എന്ന് ചിന്തിക്കണം. അത് കൃത്യമായിട്ട് കൊടുക്കണം. ബൈബിളില് ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ആരാ? സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ആരാ?
പറഞ്ഞേ, ബൈബിളിനകത്ത് പറയുന്ന കാര്യ. സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനാരാ? പറയുന്നുണ്ട്, പൊച്ചത്തി പറ. ജിബി പറഞ്ഞേ, സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയവനാരാ? നിന്റെ പേര് എനിക്ക് കിട്ടി, അതുകൊണ്ടാട്ടോ. സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനാരാ? ആരാണ് സ്വർഗ്ഗത്തിലെ ഏറ്റവും ചെറിയവൻ? മറന്നു പോകരുത്. ഈശോ ഒരാളെ കുറിച്ച് ഈശോ പറയാണ്, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ അവനാണ്, എന്നാൽ സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും അവനേക്കാൾ വലിയവനാണ്. ആരെക്കുറിച്ച് പറഞ്ഞതാ? ആരെക്കുറിച്ചാ? സ്നാപക യോഹന്നാനെ കുറിച്ചാ. എന്താ സ്നാപക യോഹന്നാൻ സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവനായി പോയെന്നറിയാമോ? സ്വർഗ്ഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ സ്നാപക യോഹന്നാനായി പോയതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്നാപക യോഹന്നാൻ പറയുന്ന നീതിയുടെ സമവാക്യങ്ങളാണ് പ്രശ്നം. എന്താ പറയുന്നത്? സ്നാപകൻ പറയുന്ന നീതി എന്താണ്? രണ്ടുള്ളവൻ ഒന്ന് ഇല്ലാത്തവന് കൊടുക്കുക. എനിക്ക് 2 ഷർട്ടുണ്ട്, ഞാൻ ഒരു ഷർട്ട് ഈ പാട്ട് പാടുന്ന ചേട്ടന് കൊടുത്തു. അപ്പൊ എനിക്കും ഈ ചേട്ടനും ഒരുപോലെയാണ്, ഈക്വലാണ്, അല്ലേ? കറക്റ്റ് ആണല്ലോ. കുന്നുകൾ താഴ്ത്തപ്പെടണം, താഴ്ന്നവ ഉയർത്തപ്പെടണം. എന്ത് സംഭവിക്കും? ഈക്വൽ ആകും. പഴയ നിയമത്തിന്റെ നീതിശാസ്ത്രം എന്താണെന്നറിയാമോ? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇതാണ് പഴയ നിയമത്തിന്റെ നീതിശാസ്ത്രം. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് പഴയ നിയമത്തിന്റെ നീതിശാസ്ത്രം. പിടികിട്ടിയോ? എന്നിട്ട് ഈശോ പറയാണ്, നിങ്ങളുടെ നീതി ഫരീസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ പുതിയ നിയമത്തിലെ നീതിശാസ്ത്രം എന്താണ്? കരുണയോളം എത്തുന്ന നീതിശാസ്ത്രം, യൗസേപ്പ് പിതാവിന്റെ നീതിശാസ്ത്രം. നിയമം അനുസരിച്ചാണെങ്കിൽ യൗസേപ്പ് പിതാവ് എന്ത് ചെയ്യണം? പരിശുദ്ധ അമ്മയെ നിയമത്തിന് വിട്ടുകൊടുക്കണം, കല്ലെറിഞ്ഞു കൊല്ലണം. യൗസേപ്പ് പിതാവ് ചെയ്യുന്ന എന്താ? അതിന് വിട്ടുകൊടുക്കാതെ കരുണയോടെ ചേർത്ത് പിടിച്ചു. പിടികിട്ടിയോ? നമ്മുടെ കുടുംബത്തിൽ ഈ നീതി ഉണ്ടാവണം. കരുണയോളം എത്തുന്ന നീതി. വിശന്നു വലഞ്ഞിരിക്കുന്ന കഫം തുപ്പുന്ന ഒരു അപ്പച്ചൻ വീട്ടിലുണ്ടെങ്കിൽ അപ്പച്ചന് ഇത്തിരി ചൂടുകഞ്ഞിയാണ് നീതി, അല്ലേ? അപ്പച്ചന്റെ മുമ്പിലേക്ക് ബിരിയാണി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അപ്പച്ചന് കഴിക്കാൻ പറ്റുമോ? പണിയെടുത്ത് മടുത്തു വരുന്ന ഒരു ഭർത്താവുണ്ടെങ്കിൽ ഭർത്താവിന് ഒരു പാത്രം ചായയാണ് നീതി. വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ കരി പിടിച്ചു കിടക്കുന്ന ഒരു ജന്മമുണ്ട്, ഭാര്യ, അമ്മ. അവർക്ക് ഒരല്പം സാന്ത്വനവും പരിഗണനയുമാണ് നീതി. ചെയ്യുന്നുണ്ടാ? പരിഗണിക്കുന്നുണ്ടോ വീട്ടിലുള്ളവരെ? ഇതില്ലെങ്കിൽ എന്ത് ചെയ്യും? വീടിന് ചോർച്ചകൾ സംഭവിക്കും. ഓരോരുത്തർക്കും കൊടുക്കേണ്ടത്, അയൽക്കാരന് കൊടുക്കേണ്ട സ്നേഹവും പരിഗണന അവിടെ കൊടുക്കണം. ഓരോരുത്തർക്കും എന്ത് കൊടുക്കാനുണ്ടോ അത് കൃത്യമായി കൊടുക്കുന്നതാണ് നീതി. കരുണയോളം എത്തുന്ന നീതി. ഞാനൊരു ഇതേക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയത് എൻ്റെ ചേട്ടനിൽ നിന്നാണ്. ഞാനും ചേട്ടനോട് കോട്ടയം ചന്തയുടെ ചീമാട്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് നിൽക്കുക. മെൻ സ്റ്റുഡിയോ അറിയാമല്ലോ, കോട്ടയം നിങ്ങൾ പോയിട്ടില്ല? കോട്ടയം മെൻ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ നിൽക്കുക. അതിന് നേരെ ഓപ്പോസിറ്റാണ് ചന്ത. അപ്പൊ ഞങ്ങളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഒരു കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു ചേട്ടൻ വന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, ചേട്ടാ ഈ ചന്തയിലേക്കുള്ള വഴി എന്നാ? എനിക്ക് കരിപ്പെട്ടി ശർക്കര വേണം. പിള്ളേർ കണ്ടിട്ടുണ്ട് കരിപ്പെട്ടി ശർക്കര, ഇങ്ങനെ ചിരട്ട കമത്തിയപ്പോഴിരിക്കും. കരിപ്പെട്ടി ശർക്കര വാങ്ങണം. അപ്പൊ ഞാൻ നേരെ പെട്ടെന്ന് പറഞ്ഞു കൊടുത്തു, അതെ ചേട്ടാ, ഈ റോഡ് ക്രോസ് ചെയ്യാം, അവിടുന്ന് 2 ജംഗ്ഷൻ ഉണ്ട്. 2ാമത്തെ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെ ഈ കരിപ്പെട്ടി ശർക്കര നിൽക്കുന്ന ആൾക്കാർ. കാരണം കോട്ടയം സെമിനാരി പഠിച്ചതുകൊണ്ട് എനിക്കിത് മുഴുവൻ അറിയാം. കോട്ടയം ചന്തയുടെ ഓരോ ഭാഗങ്ങളും എനിക്കറിയാം. 2 ജംഗ്ഷൻ ഉണ്ട്, അതിന്റെ അപ്പുറത്തോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും നേരെ അവിടെ ആ സൈഡിൽ കൂടെ ഇരിപ്പുണ്ട് കരിപ്പെട്ടി ശർക്കര വിൽക്കുന്നുണ്ട്, അവിടെ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടന്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കി. അച്ഛനായി കഴിഞ്ഞപ്പോഴത്തേക്കും നിന്റെ ഉള്ള ബോധം മുഴുവൻ പോയോ? കണ്ണു കാണാൻ പാടില്ലാത്തവനോട് ഈ ക്രോസ് ചെയ്തിട്ട് അങ്ങ് പോയി 2 ജംഗ്ഷൻ കഴിയുമ്പോൾ റൈറ്റ് പോയാൻ പറഞ്ഞാൽ ഈ മനുഷ്യൻ എന്താ ചെയ്യും? ചേട്ടൻ അയാളുടെ കയ്യെ പിടിച്ചിട്ട് അവിടെ കൊണ്ടുവിട്ട് ഞാനിങ്ങനെ അല്ല കൊള്ളാം. ഓരോരുത്തർക്കും കൊടുക്കേണ്ട പരിഗണന അർഹതപ്പെട്ടത് കൃത്യമായി കൊടുക്കണം. മക്കൾക്ക് ശിക്ഷണം കൊടുക്കേണ്ടടുത്ത് ശിക്ഷണം കൊടുത്തോണം. അടി കൊടുക്കണം, തടി കൊടുക്കണമേ. പിള്ളേരെ കൃത്യമായ ശിക്ഷണം കൊടുക്കണം. പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചോണേ മാതാപിതാക്കള്.
പ്രഭാഷകന്റെ പുസ്തകം 30-ാം അധ്യായം, മക്കൾക്ക് ശിക്ഷണം കൊടുത്തില്ലെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ കരയുമെന്ന് കൃത്യമായിട്ട് വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നെ തുറച്ചു നോക്കിയിട്ട് ഒരു പ്രയോജനമില്ല. ഞാൻ പറഞ്ഞല്ല, ബൈബിൾ പറഞ്ഞതാ. അതുകൊണ്ട് ശിക്ഷണം കൊടുക്കേണ്ടത്, തിരുത്തലുകൾ കൊടുക്കേണ്ടത് കൊടുക്കണം, ശാസന കൊടുക്കേണ്ടത് ശാസന കൊടുക്കണം. അത് നിങ്ങൾ തെറ്റാന്ന് വിചാരിച്ചേക്കരുത്. ഇപ്പോഴും എന്തെങ്കിലും കുത്തക്കേട് കാണിച്ചാൽ അപ്പനെ വിളിച്ച് വഴക്ക് പറയും. എനിക്ക് 40-48 വയസ്സായി, ഇപ്പോഴും അപ്പൻ തിരുത്തൽ പറയും. എന്തിനാ അത് ചെയ്തതെന്ന് ചോദിക്കും. തിരുത്തലുകൾ കൊടുക്കേണ്ടടുത്ത് തിരുത്തലുകൾ കൊടുക്കണം. അതാണ് നീതി. ഞാൻ നീതിയെക്കുറിച്ചുള്ള കാര്യം ഇവിടെ അങ്ങ് നിർത്തുവാണ്. അടുത്തത് ലാസ്റ്റ് വൺ. ഇതൊക്കെ പറയുമ്പോഴും ഓർത്തേക്കണം, നമ്മൾ ഓവർ അംബീഷ്യസ് ആവരുത്. മക്കളുടെ കാര്യത്തിൽ നമ്മളെല്ലാം പറയുന്നത്, ഈ ഒരു കൊച്ചു സംഭവം ഉണ്ടേ, കൊച്ചിന് മാത്തമാറ്റിക്സിൽ 50-ൽ 47 മാർക്ക് കിട്ടി. അപ്പം കിടന്നിട്ട് ഇങ്ങനെ അപ്പനും അമ്മയും കിടന്ന് ഇങ്ങനെ തുള്ളി ചാടുക, ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വിറഞ്ഞ് തുള്ളുക. 3 മാർക്ക് എവിടെ പോയി എന്നുള്ളതാ പ്രശ്നം. കൊച്ചു മടുത്തിട്ടേ അപ്പൻ്റെ പഴയ SSLC ബുക്ക് എടുത്തോണ്ട് വന്നു. കണക്കിന് 3 അപ്പന് മാർക്ക്. ഈ 3 മാർക്ക് ഇതിനകത്തുണ്ട് അപ്പാന്ന്. നമ്മൾ ഓവർ അംബീഷ്യസ് ഒന്നും വേണ്ട. മക്കള് അവർക്കും നീതി വേണം. ചുമ്മാ ഇങ്ങനെ ആവശ്യമില്ലാത്ത അവരുടെ തലയിലോട്ട് ഇങ്ങനെ ഇടിച്ചു കയറ്റരുതേ. അവരോട് നീതി കാണിക്കുക തന്നെ വേണം. അവരുടെ ബുദ്ധിക്ക് അനുസരിച്ച് അവർ ചെയ്യട്ടെ, അവരെ പരിഗണിക്കാം. എന്നോർത്ത് ഉഴപ്പ് കാണിച്ചാൽ അത് അനീതിയാണ് കേട്ടോ മക്കളെ, ഓർത്തണം. അപ്പം നമ്മൾ ഇനി 4-ാമത്തെ കാര്യം. അപ്പൊ നമ്മൾ വീടിന് അടിത്തറയിട്ടു, ചുവരുണ്ടാക്കി, മേൽക്കൂര പണിതു. ഇനി എന്താ വേണ്ടത്? വാതിലും ജനലും. അല്ലെങ്കിൽ സംഭവിക്കും, ശ്വാസം മുട്ടും. എന്താണ് വീടിന്റെ വാതിലും ജനലും? എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യം, പ്രാർത്ഥന. വിശുദ്ധനോ, ഞാനാണ് ആടുകളുടെ വാതിൽ, കുടുംബത്തിന്റെ വാതിൽ. ദൈവത്തിന്റെ സാന്നിധ്യവും പ്രാർത്ഥനയുമാണ്. കാനായിലെ കല്യാണ ദിവസം ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ആ കുടുംബത്തെ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളിൽ നിന്നും മാറ്റിയെടുക്കുന്നുണ്ട്, ഇല്ലേ? പ്രാർത്ഥനയില്ലാതെ ഒരു ദിവസം പോലും നിങ്ങളുടെ ജീവിതം കടന്നു പോകരുത്. ഒന്ന് വെറുതെ ചിന്തിച്ചേ, എപ്പോഴാണ് നിങ്ങളുടെ കുടുംബം തകർന്നു തുടങ്ങിയതെന്നറിയാമോ? പണ്ടൊക്കെ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഇങ്ങനെ കൃത്യം 7 മണിയാകുമ്പോഴത്തേക്കും വല്യപ്പം വന്നിട്ട് മുട്ടുകുത്തും. എന്നിട്ട് പറയും, വന്നിരുന്ന് പ്രാർത്ഥിച്ചോണം എല്ലാവരും. വാവാദ കുതിശ തമ്പുരാനെന്ന് പറഞ്ഞിട്ട് ഒരു മുട്ടുകുത്തുണ്ട്, അല്ലേ അപ്പച്ചന്മാരെ? നമ്മുടെ കാർന്നമാർ അങ്ങനെ ആയിരുന്നു. വാവാദ കുതിശ തമ്പുരാനെന്ന് പറഞ്ഞിട്ട് മുട്ടുകുത്തും. എല്ലാവരും വന്നോണം, ഇരുന്നോണം, പ്രാർത്ഥിച്ചോണം. എന്നിട്ട് ഞങ്ങളോട് പറയും, ഒച്ചത്തിൽ പ്രാർത്ഥിക്കണം. ഈ സമയത്തുണ്ടല്ലോ മക്കളെ, വല്യപ്പൻ ഞങ്ങളോട് പറഞ്ഞതാ, മക്കളെ നമ്മുടെ വീടിന്റെ മൂലയ്ക്ക് പിശാച് വന്ന് ഒളിച്ചിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒച്ച കേട്ടിട്ട് ഇവന്മാർ ഓടണം, ഒച്ചത്തിൽ പ്രാർത്ഥിച്ചോണം. പിന്നെ ഞങ്ങൾ ഹൈസ്കൂളിന്റെ ഒക്കെ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ 7 മണി സന്ധ്യാമണി ഇടിക്കുമ്പോഴത്തേക്കും അമ്മയുടെ പാട്ട് കേൾക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ പാട്ടാണെന്ന് നമ്മൾ വിചാരിച്ചേക്കരുത്. അമ്മ സീരിയൽ തുടങ്ങിയ സമയം എപ്പോഴാണെന്നറിയാമോ? കൃത്യം 7 മണിക്കായിരുന്നു. ഓർക്കണുണ്ടോ? നമ്മുടെ അമ്മമാരെല്ലാം കൂടെയും ഈ സീരിയൽ കാണാനായിട്ട് ടിവിയുടെ മുമ്പിലോട്ട് ഇരുന്നു, അഡ്ജസ്റ്റ് ചെയ്തു, പ്രാർത്ഥനയെ അഡ്ജസ്റ്റ് ചെയ്തു. ഇന്ന് വീട്ടിലൊരു അതിഥി വന്ന് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താ? പ്രാർത്ഥന. എവിടെയെങ്കിലും പോകണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്താ? വിശുദ്ധ കുർബാന, അല്ലേ? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം വീണ്ടും ചോദിക്കുക. നിങ്ങൾ ഒരു കല്യാണം ഉണ്ടെങ്കിൽ, ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തിന് പോകും? കല്യാണത്തിന് പോകുമോ അതോ വിശുദ്ധ കുർബാനയ്ക്ക് പോവോ? ഇവിടാണ് പ്രശ്നം. നമ്മൾ ദൈവത്തെ അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെടുത്ത് നമ്മുടെ കുടുംബങ്ങൾ പതിയെ 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 താഴേക്ക് പോയി. മനസ്സിലായ? കുടുംബത്തെ നമ്മൾ തിരുക്കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും ആ കുടുംബത്തെ ഒന്ന് നോക്കണേ. ഈ കുടുംബത്തിന്റെ മധ്യത്തിൽ ആരാ നോക്ക്. ഇവിടെയുണ്ടോ തിരുക്കുടുംബം? ഉണ്ടോ? ഇല്ല. തിരുക്കുടുംബത്തിന്റെ മധ്യത്തിൽ ആരാ? ഈശോയുണ്ട്. പരിശുദ്ധ അമ്മ. ഈശോ പറയുന്ന വാക്കിനെല്ലാം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നവള്, അല്ലേ? യോസേപ്പ് പിതാവ് ദൈവം പറയുന്ന ഒരു വാക്കിന് ഒരു ചുവടിന് അപ്പുറത്തേക്ക് പോകാത്ത മനുഷ്യൻ. ദൈവത്തെ ചേർത്ത് നിർത്തി ജീവിച്ച ഒരു കുടുംബത്തെ, ദൈവത്തിന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? തിരുക്കുടുംബം. മനസ്സിലായോ? ഇപ്പൊ 4 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഇതാ, അടിത്തറ,
വീടുണ്ടാക്കാം. വീടിന്റെ അടിത്തറ വിശ്വാസം, വിശ്വസ്ത. ചുവരുകള് സ്നേഹം. സ്നേഹത്തിന് 4 കാര്യങ്ങളും മറന്നു പോയത് ഓർത്തണം. മേൽക്കൂര നീതി, വാതിലും ജലം ദൈവസാന്നിധ്യവും പ്രാർത്ഥനയും.